കാര്യമായിരുന്നു. നേരത്തെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പ്രകാരം ഇത് തിയറി വൈസും അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ്, ഒരു കുട്ടി എങ്ങനെയാണ് വളർന്ന് ഒരു അഡൽട്ട് ആവുന്നത്, ഒരു മനുഷ്യന്റെ വളർച്ച എങ്ങനെയാണെന്നുള്ളത് പഠിച്ചതിലും അതില് ജോലി ചെയ്യണതും ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അറിയാവുന്ന ചില സംഗതികൾ വെച്ച് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. അതിനു പുറമെ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കലി പാരൻസ് ഉയർത്തുന്ന, മാതാപിതാക്കൾ ഉയർത്തിയിട്ടുള്ള പൊതു ആയിട്ടുള്ള ചില സംശയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. ഓക്കെ, അലീന ഹാസ് റേസ്ഡ് എ ഹാൻഡ്. അലീന പറയൂ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആണ്? തുടങ്ങിയിട്ടില്ല, നമുക്ക് എന്തായാലും തുടങ്ങി നോക്കാം. അപ്പോ ആദ്യം തന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ സംസാരിക്കണ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പോൾ ഞാൻ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിന്റെ കാലയളവിൽ ഇപ്പൊ നമ്മൾ ഈ കൂട്ടത്തിലുള്ള പലരും പാരന്റിങ്ങിനെ കുറിച്ച്, അതായത് ആ പ്രോസസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടോ കേട്ടിട്ടോ പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഏതെങ്കിലും ഒരു തരത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതിനെ ഉള്ള ഒരു എന്താ പറയുക വീക്ഷണവും ഉണ്ടാവാം. അത് തന്നെയാണ് ഇതിന്റെ എന്താ പറയുക കോംപ്ലക്സിറ്റി. അതായത് ഓരോ മനുഷ്യർക്കും എങ്ങനെയായിരിക്കണം ഒരു പാരന്റ് എന്നുള്ളതിനെ കുറിച്ച് ഓരോ പ്രത്യേക തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടും നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ടുമാണ് സ്വന്തം കുട്ടികളെ വളർത്തുന്നത്. എന്നാൽ ഇത് സ്വന്തം കുട്ടികളെ വളർത്തുക എന്നുള്ളതിന് അപ്പുറം ഒരു പരിധി വരെ പാരന്റിങ്ങിന്റെ പല ആസ്പെക്ട്സും കുട്ടികളെ ഡീൽ ചെയ്യുന്ന മറ്റ് മേഖലകളിലും, അത് പ്രൊഫഷണലി ആണെങ്കിൽ കൂടി അതിൽ കയറി വരുന്നുണ്ട്. അത് വളരെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാവാം, ചില എന്താ പറയുക പ്രത്യേകതരം ചിന്തകൾ ഉണ്ടാവാം. നമ്മൾ എങ്ങനെയാണ് കുട്ടികളോട് ഇടപെടേണ്ടത് എന്നുള്ളതിനെ നിരന്തരം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിക്ക് നമുക്ക് കടക്കാം. ഞാനിത് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഇൻട്രോ പറഞ്ഞു വെച്ചത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാവില്ല, നമ്മളായിരിക്കില്ല ആദ്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നതും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിനെന്തെങ്കിലും പ്രത്യേകതരം സിഗ്നിഫിക്കൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മളിങ്ങനെ ഒരു ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. സെക്കൻഡ് സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. ഇത് പൊതുവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് പാരന്റിങ് ഹാർഡർ നൗ? നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതെന്ന് നമുക്ക് മുന്നേ ഉള്ളവർ, നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മുന്നത്തെ തലമുറയോ പാരന്റിങ് ചെയ്തിരുന്നതിനേക്കാൾ പ്രയാസമാണ് നമ്മളുടെ ഇന്നത്തെ കാലത്ത്. ഇപ്പോ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ കണ്ടു അലീന, കവിത, ബിൻലേച്ചി, അങ്ങനെ കുറെ പരിചയമുള്ള ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? ഇന്നത്തെ കാലത്ത് പാരന്റിങ് ഹാർഡാണ് എന്ന് തോന്നുന്നുണ്ടോ? പരിചയമില്ലാത്തവർക്കും പറയാട്ടോ, ചാറ്റ് ബോക്സിൽ പറയും ആണ് എന്ന് അലീന പറയുന്നു. വേറെ ആരെങ്കിലും വോയിസ് ഓപ്പൺ ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഹാർഡർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമേ തോന്നുള്ളൂ. പണ്ടത്തെക്കാൾ പ്രയാസമാണ് പോന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് എന്നുള്ളത് ഒരാളുടെ ഉത്തരത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ഉണ്ട്. അല്ല, തോന്നുന്നുണ്ട്, ഹാർഡർ ആണ് എന്ന് തോന്നുന്നുണ്ട്. കവിത പറയുന്നു എപ്പോഴും ഹാർഡർ ആണെന്ന്. ആണോ? ഓക്കെ. പാരന്റിങ് ഇസ് ഹാർഡ്. ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. പാരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഹാർഡാണ്. അത് ഇന്നോ ഇന്നലെയോ നാളെയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. എല്ലാ കാലത്തും അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പാരന്റിങ് എന്നുള്ളതിന് സിഗ്നിഫിക്കൻസ് ഉയർന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അതൊരു ഇവോൾവിങ് പ്രോസസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്നതാണ്. പാരന്റിങ് എന്നുള്ളതിന് ഒരു അച്ചിട്ട പോലത്തെ ഒരു നിയമസംഹിതയൊന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഒരു കുട്ടിയും ഒരു മാനുവലോടെ വരുന്നില്ല എന്ന് പറയില്ലേ? അപ്പൊ മാനുവൽ ഇല്ലാതെ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ട്. അതിന് നമ്മളുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കേരളം എന്നുള്ളൊരു സമൂഹം തന്നെ നമുക്ക് ചുരുക്കി എടുക്കാം.
കേരളത്തില് എന്നുള്ളൊരു കണക്കെടുക്കുകയാണെന്ന് വെച്ചാൽ തന്നെ നമ്മളുടേതായിട്ടുള്ള സമൂഹത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടുകൂടി ഇന്നത്തെ പാരന്റിങ് ഹാർഡർ ആണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ചിന്തിച്ചാലും മുന്നത്തെ കാലത്തിനേക്കാളും ഹാർഡർ ആണ്. എന്നാൽ നിങ്ങൾ ഇതേ ചോദ്യം നമ്മളുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണെങ്കിൽ അവരും പറയും അവരുടെ അച്ഛനും അമ്മയും അവരെ വളർത്തിയതിനേക്കാളും പ്രയാസമായിരുന്നു നമ്മളെ വളർത്താൻ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഇവോൾവിങ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഹാർഡർ എവറി ഇയർ ബൈ ഇയർ ഓർ എവറി ജനറേഷൻ ബൈ ജനറേഷൻ. ആ ഹാർഡർ എന്നുള്ളത് എന്തിനെ വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യണത്, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അതിനെ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. ഇനി ഇന്നത്തെ കാലത്തിലേക്ക് നമുക്ക് നോക്കാം. കാരണം നമുക്ക് അതല്ലേ ഇപ്പൊ പ്രത്യേകമായിട്ട് സംസാരിക്കേണ്ടത്. നമ്മൾ ഇന്നലത്തെയോ നീ വരാൻ പോണ കാലത്തെയോ കുറിച്ചതിനേക്കാൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഇന്ന് നമ്മളെ കയ്യിലുള്ള കുട്ടികളെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കണവരുണ്ടാവും. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. എന്താണ് ഈ ഒരു കാലത്തെ ഹാർഡർ ആക്കുന്ന ആദ്യത്തെ ഫാക്ടർ? ഒരു ഫാക്ടർ നിങ്ങൾക്ക് നെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ? എനിക്ക് ഉറപ്പാണ് എന്റെ മനസ്സിലുള്ളത് തന്നെയായിരിക്കും നിങ്ങൾ പറയാം. Can someone tell me? ഇപ്പോഴത്തെ കുട്ടികളും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അവരുടെ ബിഹേവിയേഴ്സും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ എന്നോ ചിന്തിച്ച കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ നേരത്തെ ചിന്തിക്കുന്നുണ്ട്. അപ്പം അവരെ മാനേജ് ചെയ്യാന്നുള്ളതും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. ഇനി അത് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ? ടെക്നോളജിയാണ് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു. ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി. പറയൂ സർ, പറയൂ. അല്ല, ഞാൻ പറഞ്ഞത് ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ലൈക്ക് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവര് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ മെച്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഞാനൊരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെച്യൂരിറ്റി അല്ല ഇന്നത്തെ കുട്ടികൾക്ക്. ഇന്നൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്കൊരു 9th 10th ഉണ്ടായിരുന്ന ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടികൾക്കുള്ളത്. ഫിസിക്കൽ മെച്യൂരിറ്റി ആണോ മെന്റൽ മെച്യൂരിറ്റി ആണോ ഉദ്ദേശിച്ചത്? ലൈക്ക് അതിപ്പോ എന്താ പറയാ, ഈവൻ നമുക്ക് തന്നെ അറിയാം ഇപ്പോ ക്രൈം റേറ്റ്സ് കാര്യങ്ങള് അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതില് സ്കിൽസിന്റെ ബേസിസിലൊക്കെ ഒരു ചെറിയ ഏജിൽ തന്നെ കുട്ടികൾ ഒരു എന്താ പറയാ ഒരു 1 സ്റ്റെപ്പ് മുന്നിലാണ് പണ്ടത്തെ ഒരു ജനറേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അങ്ങനെ ഒരു തരത്തിൽ. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഒരു തരത്തിൽ അലീന ആദ്യം പറഞ്ഞ പോലെ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ചിന്തയിലോ പ്രവൃത്തിയിലോ കുറച്ചും കൂടി നമ്മൾ മുന്നേ ചെയ്തിരുന്നേക്കാളും ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മളെ കുട്ടികൾ വരുന്നത് എന്നുള്ളൊരു ഫാക്ടർ. ടെക്നോളജിയുടെ എന്താ പറയുക ഇന്റർവെൻഷൻ. ഇത് രണ്ടും സമാസമം പോണ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു കുട്ടി നമ്മൾ പണ്ട് ചെയ്തിരുന്നേക്കാൾ മുന്നേ ചെയ്യണത് എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഓരോ പ്രായത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ അതത് സമയത്ത് കിട്ടുന്ന എക്സ്പോഷർ എന്നാണ്. നമ്മൾ കണ്ടറിയുന്ന കാര്യങ്ങൾ, കേട്ടറിയുന്ന കാര്യങ്ങൾ, നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നമുക്ക് കുറച്ചെങ്കിലും ബേസിക്സ് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അതൊന്ന് ബിൽഡ് ചെയ്യണ കാര്യങ്ങൾ. ഇങ്ങനെയാണല്ലോ ഒരു സംഗതി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിന് ഒരു ബേസിക്സ് കാര്യം ആദ്യം പഠിക്കും. ലാംഗ്വേജ് ആയാലും മറ്റെന്ത് സ്കില്ലായാലും അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അതിന്റെ മുകളിലേക്ക് അതിനോട് ചേർന്ന കാര്യങ്ങൾ വെച്ച് വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനം കിട്ടുന്നത് ഏത് ലെവലിൽ നിന്നാണ് പടവ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിനപ്പുറമുള്ള കാര്യങ്ങൾ. അതില് ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതിനനുസരിച്ച് അതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങളാണ് വെക്കുന്നത്. ഇനി ഐ എം സോറി ടു സ്പിറ്റ് ഇറ്റ് ടു യു, സ്കിൽ വൈസ് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ കാലത്തെ എല്ലാ കുട്ടികളും എന്നുള്ളത് ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ എടുക്കും. പെർട്ടിക്കുലർലി ഒരു പെർട്ടിക്കുലർ സ്കില്ലിലല്ല അവർക്ക് അഡ്വാൻസ് കിട്ടുന്നത്. അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷനിൽ അവർക്ക് കിട്ടുന്ന അറിവ് എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അത് എല്ലാ കാലത്തെയും പോലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അല്ല എക്സ്പോഷർ. അപ്പൊ നിങ്ങൾ ഇപ്പൊ കേരളത്തെ ഓരോ പ്രദേശത്തെയും കുട്ടികളുടെ എക്സ്പോഷർ എടുത്ത് നോക്കിയാൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ വീടുകളിലെയും ഓരോ എക്കണോമിക് സ്റ്റാറ്റസിലെയും ഓരോ ഇനി കുട്ടികളുടെ കഴിവുകൾ വെച്ചിട്ട് തന്നെ അളന്ന കഴിവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്, ക്വാണ്ടിഫയബിൾ കഴിവുകൾ വെച്ചിട്ട് നോക്കിയാലും അത് വ്യത്യാസമുണ്ട്. അപ്പൊ ജനറലൈസ് ചെയ്തിട്ട് അത് പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് ആ വ്യത്യാസം
തോന്നും എന്നുള്ളത് ആൽബിൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളെയാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യണത്. നമ്മുടെ കുട്ടീനെ ഇന്നത്തെ കാലത്ത് മറ്റ് 100 കുട്ടികളായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യണത്, നമ്മളെയായിട്ടാണ് കമ്പയർ ചെയ്യണത് എന്നുള്ളതിലാണ് ആൽബിൻ പറയുന്നതിൽ പ്രസക്തി വരുന്നത്. സോ ഇറ്റ് ഇസ് ഹാർഡ്. ടെക്നോളജി ഈസ് വൺ തിങ്, അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇസ് ദ സെക്കൻഡ് തിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡർ. അത് എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് അതിലത്തെ ഹാർഡ് ഫാക്ടർ അല്ലെ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ മനസ്സിലാക്കി ഇന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഉണ്ട്. 2-3 പാരന്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ളവരോ പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള കുട്ടികളാണ്, നമ്മളെയൊക്കെ ഒരു സ്റ്റെപ്പ് അഹെഡ് ആണെന്ന് തോന്നുന്നു, ടെക്നോളജിയുടെ ഇന്റർവെൻഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരി. നൗ ടെൽ മീ, ഇന്നത്തെ കാലത്ത് നിങ്ങൾ കണക്കാക്കുന്ന ഒരു ഗുഡ് പാരന്റ് ആരാണ്? ലൈക്ക് ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞവരാണ്. പെർസ്പെക്റ്റീവ് എന്ന് പറയുവാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ അവർക്ക് ഭയങ്കര ഫ്രീ ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചും അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു പാരന്റിങ് വെച്ച് നോക്കുവാണെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അടിയാണ്, അല്ലെങ്കിൽ അപ്പൊ ഞെട്ടിക്കലും പരിപാടിയൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് തിരുത്താൻ കഴിവുള്ള ഒരു ലൈക്ക് ജനറേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു പാരന്റ് സ്റ്റൈൽ കുറെ കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ളിടത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫ്രീ ആവാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ലൈക്ക് എന്താ പറയാ, എന്റെ അപ്പ നല്ല ആളാണ്, എന്റെ അമ്മ നല്ല ആളാണെന്ന് പറയുന്നത് അവർക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് അവിടെ വരുമ്പോൾ തന്നെയാണ്. ലൈക്ക് പണ്ടത്തെ ഒരു എന്താ പറയാ കർക്കശക്കാരനായ അച്ഛൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അമ്മ എന്നുള്ളതിനേക്കാളും കുറച്ച് ഫ്രീ ആവാൻ പറ്റും. താങ്ക് യു ഫോർ ടെല്ലിംഗ് ദാറ്റ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മുന്നേ സംസാരിച്ചതും ഈ പറഞ്ഞ പെർട്ടിക്കുലർ സ്ലൈഡിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ ഇൻപുട്ടിൽ നിന്ന് തന്നെ മാലയായിട്ട് പറയാം. എല്ലാ ജനറേഷനിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് പതുക്കെയാണ് വരുന്നത്. പതുക്കെ ഇൻ ദ സെൻസ്, ഓക്കെ, ടെക്നോളജി പതുക്കെയാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യണത്, ഒരു പെട്ടെന്നൊരു ഹിറ്റ് വരുമ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യണത് പതുക്കെയാണ് എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ എന്താ പറയാ, നമ്മള് ഒരു വീഡിയോ നമ്മൾ സ്പീഡ് കുറച്ച് കാണുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക, അതേപോലെ ഒരു തോന്നലുണ്ടാവും. നമ്മൾ ഈ കുട്ടി കാണുന്നത് ഒരു 2x-ലും നമ്മൾ കാണുന്നത് ഒരു 0.5-ലും ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതാണ് ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ ലോകത്തിനെ വീക്ഷിക്കണയിൽ ഒരു പാരന്റും കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുന്നത്. ഇവിടെ എന്താ പറയാ, നമുക്ക് നമ്മളുടെ ടെക്നോളജിക്കൽ നോളജ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസിനുള്ള കുറവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണ കമ്മി, അതിനെ എങ്ങനെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ളതിന്റെ അറിവ് എത്രത്തോളമാണ് എന്നുള്ളതും, കുട്ടിക്ക് നമ്മളെക്കാൾ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ അതിനോട് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവ് കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരും. ഈ ഡിജിറ്റൽ ഗ്യാപ്പ് ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എന്താ പറയാ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം. മുന്നേ പറഞ്ഞതിന്റെ ഒരു കണക്ഷനാണ് ഞാൻ പറയുന്നത്. ഈ ഗ്യാപ്പ് നമുക്ക് യു വിൽ ഫീൽ തിങ്സ് ആർ ഹാർഡർ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൂ ഇസ് എ ഗുഡ് പാരന്റ് എന്നുള്ളതിൽ ഹൂ നിങ്ങൾ യെല്ലോ ആയിട്ട് കാണും, പക്ഷെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഗുഡ് പാരന്റ് എന്നുള്ളതിലേക്കാണ് ഹൈലൈറ്റ് വരുന്നത്. ദർ ഇസ് നോ ഗുഡ് പാരന്റ്. ആ ടാഗ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അത് എനിക്ക് തോന്നുന്നു മുന്നത്തെക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യണത് പാരന്റിങ്ങിനെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണ ഉണ്ടാവണോണ്ടും അത് ബെറ്റർ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാവുകൊണ്ടും ഈ ഗുഡ് പാരന്റ് ആവാനുള്ള ശ്രമം കുറച്ച് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് ഒരേ തരത്തിൽ നല്ലതുമാണ്, ഒരേ സമയത്ത് പാരന്റൽ പ്രഷർ കൂട്ടുന്നതുമാണ്. നമ്മൾ നന്നായിരിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രഷർ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് പുറത്തുനിന്ന് സ്വമേധയാ ഉണ്ടാവും, അതെല്ലാ കാലത്തും ഉണ്ടാവും. ഒരു സൊസൈറ്റൽ പ്രഷർ ഉണ്ടാവും. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഒരു പക്ഷെ അമ്മയ്ക്കായിരിക്കാം അത് കൂടുതലും കിട്ടുന്നുണ്ടാവുക. എങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കണം, അമ്മ വളർത്തുന്നതിന്റെ പ്രത്യേകതകൾ എങ്ങനെയാ, അമ്മ വേണം വളർത്താൻ, അമ്മയാണ് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട, ഇത്തരം ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ വളർത്തുദോഷം എന്നുള്ളൊരു ടാഗിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാവുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ ഇൻപുട്സ് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അത് ഓരോ ഫാമിലിയൽ സെറ്റപ്പിനനുസരിച്ചും നിങ്ങളുടെ സോഷ്യൽ സ്ട്രക്ചറിനനുസരിച്ചും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലോകവീക്ഷണത്തിനനുസരിച്ചും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ നമ്മൾ തന്നെ നമ്മൾക്ക് കൊടുക്കുന്ന ഒരു പ്രഷറാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അത് ഇക്കാലത്ത് കൂടുതലാണ് എന്നുള്ളതാണ് ഒരുവിധം പഠനങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് നമ്മളുടെ ജനറേഷനിലുള്ള ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതലായിക്കൊണ്ടിരിക്കാം.
പ്ലസ് നമ്മൾ ബെറ്റർ ആവാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. പാരന്റൽ പ്രഷർ അതുകൊണ്ട് കൂടുതലാണ്. ഒരു പക്ഷേ എന്റെ ക്ലിനിക്കിൽ വരുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരാണ് ഇപ്പോഴും. എന്നാൽ ഒരു ചെറിയ ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള ഒരു കുട്ടീനെ കൊണ്ട് വരുമ്പോൾ കാണുന്ന പോലെയല്ല ഒരു നോർമൽ ഡെവലപ്മെന്റിൽ ഒരു കുട്ടിയെ പോലെ കൊണ്ടുവരുമ്പോൾ അമ്മമാർ പറയുന്നത്. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിക്ക് എങ്ങനെ വളർത്തണം, ഈ പ്രായത്തിൽ എന്തൊക്കെ കുട്ടി ചെയ്യണം, ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ എനിക്ക് കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം, എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം, അടുത്ത 3 മാസത്തിൽ എന്തൊക്കെ ഞാൻ പ്രതീക്ഷിക്കണം, ഇങ്ങനെ ചോദിക്കണ പാരന്റ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാരന്റൽ പ്രഷർ തന്നെയാണ്. അത് ഒരു എന്താ പറയാ, നോളജ് ഇസ് എ കേഴ്സ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അതൊരു നെഗറ്റിവിസ്റ്റിക് ഇതിലല്ല, ടോണിലല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ അറിയണമ്പോ അതിനപ്പുറം ബെറ്റർ ചെയ്യാനുള്ളതിന്റെ ഒരു പ്രഷർ വരും. ഇതിൽ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വെക്കണം. ഒന്ന്, പാരന്റൽ പ്രഷർ കൂടുതലാണ് എന്നുള്ളതിന്റെ ഒരു പെർസ്പെക്റ്റീവും, ഗുഡ് പാരന്റ് എന്നുള്ളൊരു സംഗതി ഇല്ല എന്നുള്ള അങ്ങനത്തെ ഒരു ടാഗ് ഇല്ല എന്നുള്ളതും കൂടി പറഞ്ഞു വെക്കാനാണ്. എന്നാൽ ഐഡിയോളജിക്കലി ഗുഡ് പാരന്റ് ഇല്ല എന്നുള്ളത് പറയുമ്പോഴും എന്തൊക്കെ ആയിരിക്കാം ഒരു പാരന്റിങ്ങിൽ നല്ല വശങ്ങൾ, നല്ലത് എന്നുള്ളത് പറയാൻ സാധിക്കും. ഒന്ന്, അത് കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? പണ്ടത്തെ കാലത്ത് ആവശ്യത്തിന്, നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലാട്ടോ അതിന്റെ മുന്നത്തെ ജനറേഷനിൽ ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാനുണ്ടാവുക, ഒരു ചോരാത്ത കൂര കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയിരുന്നിരിക്കണം. അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള അതിന് മാത്രം യോജിച്ച ഒരു ചിന്തയായിരുന്നു. കാരണം അന്ന് നിലനിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അടുത്ത തലമുറയിലേക്ക്, നമ്മളുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ തലമുറയിലേക്ക് വന്നപ്പോൾ വിദ്യാഭ്യാസം ഒരു വലിയ ഘടകമായിട്ട് വന്നിരിക്കണം. എൻ്റെ എന്നുള്ളത് പറയുന്നത്, ഞാൻ ജനറേഷൻ കാണുന്നത് ഇപ്പോ ഒരു 25-ന്റെയും 40-ന്റെയും ഇടയിലുള്ള മനുഷ്യരുടെ ജനറേഷൻ ആട്ടോ. ഈ ജനറേഷനിലുള്ളവരെ പേരൻസിന് കുറെയൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മുടെ സർവശിക്ഷാ അഭിയാനൊക്കെ വന്ന കാലഘട്ടം മുതൽ എല്ലാവരെയും ലിറ്ററേറ്റ് ആക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണതിന്റെ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലം. ആ സമയത്ത് വിദ്യാഭ്യാസം കൂടി കടന്നു വന്നു. അതായത് നമ്മളെ ഹയർ ഓർഡർ നീഡ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വരെയായിരുന്നു. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. നമ്മൾ ഓൾറെഡി കുട്ടികളെ സ്കൂളിലേക്ക് വിടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമുണ്ട്. ഏത് സ്കൂള് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അതും ഒരുപക്ഷെ കഴിഞ്ഞ ഇതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷന്റെ അവസാനത്തോടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. എങ്ങനത്തെ സ്കൂളുകളാണ് നല്ലത്, ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടണോ, പ്രൈവറ്റ് സ്കൂളിലേക്ക് വിടണോ, എന്ത് തരം സിലബസ് ആണ് നല്ലത്, CBSE ആണോ സ്റ്റേറ്റ് ആണോ നല്ലത്, ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പൊ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. സ്കിൽ വൈസ് ചിന്തിക്കാൻ തുടങ്ങി. കുട്ടിക്ക് ബൗദ്ധികപരമായിട്ടുള്ള ഹോം സ്കൂളിംഗ് വേണോ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചെയ്യണവരുണ്ട്. ബൗദ്ധികപരമായിട്ട് കുട്ടികളെ വളർത്താൻ എന്ത് ചെയ്യണം, ശാരീരികപരമായിട്ട് എന്ത് ചെയ്യണം, ഭാഷാപരമായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇന്നത്തെ നിലയ്ക്ക് ഒരു ഗുഡ് പാരന്റ് എന്ന് പറയുമ്പോൾ, നോട്ട് ഐഡിയോളജിക്കലി ആ ടാഗ് ഇല്ലെങ്കിൽ കൂടി, ഒരു കുട്ടിക്ക് അത്യാവശ്യം വേണ്ട ഭൗതിക, ശാരീരിക, മാനസിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആൾക്കാര് നല്ല പാരന്റ് ആണ് എന്നുള്ളത് നമുക്ക് ധരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പാരന്റിങ് ഒരുവിധം നന്നായി നടത്തുന്നു എന്നുള്ളതിനെ ആശ്വസിക്കാം. ഇത് പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഭൗതികപരമായിട്ട് കുട്ടിക്ക് വേണ്ട സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം, ഇത് ഈ പറയണത് സംഗതി എന്താണ് എന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അവിടെയും that make the thing harder. പാരന്റിങ് ഹാർഡർ ആണ്. കാരണം ഓരോ കുട്ടിയും ഓരോ പോലെയാണ്, ഓരോ വീടും ഓരോ പോലെയാണ്, ഓരോ മനുഷ്യരും, അച്ഛനും അമ്മയാണെങ്കിലും മനുഷ്യരാണല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഓരോ പോലെയാണ്. അപ്പൊ നമുക്കൊരു കുടത്തിലുള്ള സാധനമല്ലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഭൗതികമായിട്ട് ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് തരത്തിലാണ് ലോകത്തിനെ കാണുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ കുട്ടിക്ക് എങ്ങനെയാണ് അത് കൊടുക്കണം എന്നുള്ളത്. അപ്പോ ചില മനുഷ്യർക്ക് അതിൽ സഹായം വേണ്ടി വരും, ചില മനുഷ്യർ സഹായം തേടാതെ പോവും. അപ്പൊ കുട്ടികൾക്ക് അവിടെ ഒരു ലാക്ക് വരും. ചില ആൾക്കാർക്ക് ഒരു പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ 75 ആള്, നമ്മൾ ഈ 75 ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യണത് ഒരു തരം
അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കാനുമുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഇൻപുട്ടാണ്. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് പുതിയത് കിട്ടാം, കിട്ടാതിരിക്കാം. എന്നാലും ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൂടി നോക്കാൻ പോണത് കൂടി ഒരു ഇൻപുട്ടാണല്ലോ. അതിന്ന് എന്തെങ്കിലും ഉരുത്തിരിഞ്ഞ് വരുമല്ലോ. അതൊരു തരം എന്താണ് പറയുക, ഔട്ട്പുട്ട് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ശ്രമിക്കണ മനുഷ്യരുണ്ടാവാം. അതിൽ നിന്നെല്ലാം നമ്മൾ ബെറ്റർ ആവുന്നുണ്ട്, ഓരോ കോൺവെർസേഷനിലും ബെറ്റർ ആവുന്നുണ്ട്. സോ നമുക്കിവിടെ 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ടാഗിനെ കുറിച്ച് ചിന്തിക്കാം, ഇതിനോടനുബന്ധിച്ച പാരന്റൽ പ്രഷറിനെ കുറിച്ച് ചിന്തിക്കാം, ഇപ്പൊ എന്താണ് നിലവിൽ നല്ലത്, സാമാന്യം നല്ല തരത്തിലുള്ള പാരന്റിങ് സ്കിൽ വൈസ് ആണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് പറഞ്ഞു വെക്കാം. അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മെന്റൽ ലോഡാണ്. അവിടെ നമുക്ക് മറ്റ് ഡിസ്കഷൻസും വരേണ്ടി വരും. മെന്റൽ ലോഡ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അത് എനിക്കതിൽ സത്യം പറഞ്ഞാൽ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി സങ്കടമുള്ള ഒരു കാര്യമാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ജസ്റ്റ് നിങ്ങൾ ഈ മീറ്റിൽ 75 ആൾക്കാരിൽ കുട്ടികളെ വളർത്തണതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എത്ര സ്ത്രീകളും എത്ര പുരുഷന്മാരും വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കണം നന്നായിരിക്കും. ആ പെർസെൻറ്റേജ് നോക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങളുടെ ഒരു കടപ്പ് വശം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇരിപ്പ് വശം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരണം. കുട്ടികളെ വളർത്തുന്നതിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണം, എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണതിൽ തന്നെ ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരു ക്ലിനിക്കൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇതിൽ സ്പീച്ച് പത്തോളജിസ്റ്റുകൾ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സ്കൂളിൽ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് എത്ര അച്ഛന്മാർ വരുന്നുണ്ട്, എത്ര അമ്മമാർ വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നോക്കാം. ആനുപാതികമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കൂടിയിട്ടുണ്ട്. അത് ഭയങ്കര ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കൂടി ആനുപാതികമായിട്ട് ഇപ്പോഴും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഈ മെന്റൽ ലോഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു പൊടിക്ക് പുരുഷന്മാരെക്കാളും കൂടുതലാണ്, അമ്മമാർക്ക് അച്ഛന്മാരെക്കാളും കൂടുതലാണ്. പല സ്റ്റഡീസിലും ഡിസബിലിറ്റി ലെവൽ സ്റ്റഡീസിൽ നോക്കുകയാണെങ്കിൽ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം പോലുള്ള ഡിസബിലിറ്റികളില് പഠനങ്ങൾ നടത്തിയത് പ്രകാരം നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. ഞാൻ കാണുന്ന ഞാൻ ഇടപെടുന്ന കുട്ടികളെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു ദിവസവും കടന്നു പോകാറില്ല. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് വളരെ ന്യൂറോ ഡൈവേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ, അതായത് സാധാരണ നിലയ്ക്ക് വളർച്ച അറ്റൈൻ ചെയ്യാത്ത, അവരുടെ പെർട്ടിക്കുലർ അവസ്ഥ കൊണ്ടോ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടോ അവരുടെ ജനിതക വ്യത്യാസങ്ങൾ കൊണ്ടോ സാധിക്കാതെ പോകുന്ന കുട്ടികളെ കുറിച്ച് കൂടിയാണ്. അത്തരം കുട്ടികളെ വളർത്തുന്നതിലുള്ള ഹാർഡർ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ സംസാരിക്കുന്നത് നിലവിലുള്ള പാരന്റിങ് സംവിധാനം, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡബിൾ ട്രിപ്പിൾ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഹേർഡിൽസ് ഉള്ള കുട്ടികളെ വളർത്തുന്നതിലും അത്തരം പാരന്റ്സിന്റെ ഇടയിൽ നമ്മൾ നടത്തിയ പഠനങ്ങളിൽ പറയുന്നതിൽ അമ്മമാർക്ക് മെന്റൽ പ്രഷർ കൂടുതലാണ്, അവരില് ന്യൂറോട്ടിസം അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് കൂടുതലാണ്, അച്ഛന്മാരിൽ താരതമ്യേന കുറവാണ്. എന്തുകൊണ്ടാണത്? ഇതേ പഠനം ഈ പറഞ്ഞ ന്യൂറോ ഡൈവേഴ്സ് അല്ലാത്ത ഗ്രൂപ്പിൽ നടത്തിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോ മെന്റൽ ലോഡ് എന്ന് പറയണതിൽ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെയാണ് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അതിനെ നോക്കി കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണത്. സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടൽ, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാണല്ലോ. ഒരു കുട്ടീനെ വളർത്താൻ ഒരു പഞ്ചായത്തോ ഒരു ഗ്രാമം മുഴുവൻ എടുക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്നത്തെ നിലവിൽ നമ്മൾ ഒരു ലോകം മുഴുവൻ എടുക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു പഞ്ചായത്തിലോ ഗ്രാമത്തിലോ ഒതുങ്ങണില്ല, നമ്മൾ ഗ്ലോബലായിട്ട് ചിന്തിക്കേണ്ടി വരും. അവിടെയാണ് നമ്മളെ ടെക്നോളജിയുടെ ഇന്ററാക്ഷൻ വരുന്നത്. ഇവിടെ പാരന്റിന്റെ മെന്റൽ ലോഡ് വളരെ കൂടുതലാണ്. പാരന്റിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ലോഡ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു 100 കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഇപ്പോഴും ഒരു 3ാം ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടീനെ വളർത്തുന്ന പാരന്റ് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും പ്രഷർ വരുമ്പോൾ, അയ്യോ അതിന് ഹോം സ്കൂളിംഗ് ചെയ്യായിരുന്നോ നല്ലത്, ഞാൻ അന്ന് വായിച്ച ആർട്ടിക്കിൾ അനുസരിച്ച് ഹോം സ്കൂളിംഗ് ചെയ്യായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കോ
ഇനി അല്ല, ഒരു വളരെ മുഖ്യധാരയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെയാണോ ഞാൻ എൻ്റെ കുട്ടീനെ വളർത്തേണ്ടത്, പ്രകൃതിയോടിണങ്ങി എന്താ പറയാ മണ്ണിന്റെ വാസന വന്ന് പുതുമണ്ണ് തിരിച്ചറിഞ്ഞ് മണ്ണിനോടും വെള്ളത്തിനോടും കൂടെ നിന്ന് ഇങ്ങനെ വളർത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്യണത് അനീതിയാണോ എന്ന് ചോദിക്കുന്ന പാരന്റ്സ് ഉണ്ട്. എന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് എനിക്ക് അങ്ങനെ ഒരു ജീവിത സാഹചര്യം ഇപ്പൊ മേൽ പറഞ്ഞ ഈ വീഡിയോയിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിലോ ഫേസ്ബുക്ക് ഫീഡിലോ വരുന്ന പോലത്തെ കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതൊരു തെറ്റാണോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ജെൻഡർ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത്, അതും കഴിഞ്ഞ കാലത്തിനേക്കാൾ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ജീവിച്ചിരുന്ന കുട്ടികളെ വളർത്തിയിരുന്ന കാലഘട്ടത്തിൽ ഫുൾ ടൈം മദറിങ് സാധ്യമായിരുന്ന ഒരു സ്ത്രീക്ക് ഇന്നത്തെ ലോകത്ത് ഫുൾ ടൈം മദർ ആയിട്ടിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ട്. രണ്ടുപേരും ജോലി ചെയ്താലേ ഒരു കുടുംബം നടന്നു പോവുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവിടെ സ്ത്രീക്ക് ഫുൾ ടൈം മദർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കൂടെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ വിചാരിക്കണ പോലെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം. ഇവിടെ ഒരു ഹിക്കപ്പ് വരുന്നുണ്ട്. അതായത് എന്റെ മനസ്സിൽ ഐഡിയലി എന്റെ കുട്ടീനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ എന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ എന്നെ അതിന് അനുവദിക്കുന്നില്ല. അപ്പോ എനിക്ക് സ്ട്രെസ് കൂടുതലാണ്, എന്റെ മെന്റൽ ലോഡ് കൂടുതലാണ്. ഇത് നല്ല നിലയ്ക്ക് ഡീൽ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവിടെ പാരന്റിങ് തന്നെ സ്ട്രെസ് ഫാക്ടർ ആയിട്ട് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. ഇവിടെ തന്നെയുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കും സ്പീച്ച് പത്തോളജിസ്റ്റിനും ഞാൻ ഇവരെ എടുത്തു പറയാൻ കാരണം കുട്ടികളെയും മാതാപിതാക്കളെയും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് മനസ്സിലാവും, അവർ കണ്ടിട്ടും ഉണ്ടാവും മനുഷ്യർ ഈ ഒരു പ്രശ്നം പറയണത്. ഞാൻ ഈ ചെയ്യണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൽ കൂടുതൽ കുട്ടിക്ക് കൊടുക്കണോന്ന് അറിയില്ല. ഇത് പറയണ അമ്മമാര് കൂടുതലാണ്. ഇനി ഈ ജെൻഡർ ഇൻവോൾവ്മെന്റ് കുറവാണ് എന്നുള്ളത്, അതായത് അതർ ജെൻഡർ ഇൻവോൾവ്മെന്റ്, ഒരച്ഛന്റെ ഇടപെടല് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നല്ലതല്ലാത്ത, ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ 1:50 ആവുമ്പോൾ അമ്മയ്ക്ക് 50% കൊടുക്കാൻ പറ്റുമ്പോൾ 50% തന്നെ അച്ഛനും കൊടുക്കാൻ പറ്റാതിരിക്കാൻ വരുമ്പോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട്, ജോലി കൊണ്ട്, മാനസിക നില കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് വീട്ടിലുള്ളത് കൊണ്ട് 30% മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സമയത്ത് മറ്റേ 70% കൊടുക്കാൻ അച്ഛൻ തയ്യാറല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് താളം തെറ്റുന്നുണ്ട്. എല്ലാ സമയത്തും ഒരേപോലെ ഒരാൾക്ക് കുട്ടിക്ക് സമയം കൊടുക്കാനോ കുട്ടിക്ക് വേണ്ട കരുതലോ അവർക്ക് വേണ്ട സ്റ്റിമുലേഷനോ കൊടുക്കാൻ പറ്റാതെ വരുമ്പോ ഈ പാരന്റിങ് എന്ന് പറഞ്ഞ സംഗതിയിൽ ഒരേപോലെ നിൽക്കേണ്ട മറ്റൊരാള് പ്രസന്റ് അല്ലാതിരിക്കുമ്പോൾ ഇത് ഒരു വലിയൊരു മെന്റൽ ലോഡ് തന്നെയാണ്. അവിടെ നമ്മൾ ജെൻഡർ ഡിസ്കസ് ചെയ്തേ പറ്റൂ. സാമൂഹികമായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തേ പറ്റൂ. മാറി വരുന്ന ജോലി സാഹചര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തേ മതിയാവും. ഇപ്പൊ പാരന്റിങ്ങിനെ കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഐഡിയലി പറയാം, കുട്ടിക്ക് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കണം, നിങ്ങളുടെ വീട്ടിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ദിവസം 5 മണിക്കൂർ കുട്ടിയുടെ കൂടെ വളരെ ക്വാളിറ്റി ടൈം കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വർക്കിംഗ് മദർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ 5 മണിക്കൂർ കിട്ടാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്കായിട്ട് 5 മണിക്കൂർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തെടുത്തിട്ടാണ് കുട്ടിക്ക് കൊടുക്കുക? കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അതല്ലേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഐഡിയലി സംസാരിക്കണമെങ്കിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മൾ അതിന്റെ സോഷ്യൽ സ്ട്രക്ചർ എല്ലാം നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇതിലേക്ക് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. അത് നമുക്ക് അതിനുള്ള സ്കിൽസ് എത്രത്തോളം ഉണ്ട്, ആസ് എ പാരന്റ് നമുക്ക് അതിനുള്ള സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. എക്സ്പ്ലിസിറ്റ് എക്സ്പോഷർ ടു ദ കണ്ടന്റ് എന്ന് പറയും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സ്ലൈഡില് ടെക്നോളജി തന്നെയാണ്. ഇപ്പൊ നേരത്തെ ആൽബിൻ ചോദിച്ചൊരു വിഷയം ഇതിൽ വലിയൊരു ഘടകമാണ്. അതായത് എന്തുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് അഡ്വാൻസ്ഡ് ആണ്. കെൻ യു പ്ലീസ് ആൽഫി ആണ് തോന്നുന്നു ചേഞ്ച് ദ സ്ലൈഡ്. ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് താങ്ക് യു, നമുക്ക് ഫോൺ കയ്യിൽ കിട്ടിയത് എപ്പോഴാണെന്നുള്ളത് ചിന്തിക്കാം. എനിക്ക് പേഴ്സണലി 19 വയസ്സിലാണ്, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കായിട്ടൊരു ഫോൺ കയ്യിൽ വരുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് അതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില്? ഞാൻ മനസ്സിലാക്കാണ് എന്നേക്കാൾ യങ്ങർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്, സ്കോളേഴ്സ് ഉണ്ട്. അതിലും യങ്ങർ ഏജിൽ കിട്ടിയവരുണ്ടോ? 15 വയസ്സിൽ കിട്ടിയവരുണ്ടോ ഈ കൂട്ടത്തില്?
എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് കിട്ടിയത്. അടിപൊളി. ജയശ്രീകുമാർ അയ്യാ പേരിലേക്ക്. അതിനു മുന്നേ ജയശ്രീകുമാറും ഞാനും ഒക്കെ ഒരേ ഏജ് ഗ്രൂപ്പ് ആണെന്നുള്ളത് കൊണ്ട് പേരൻസിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. ആ, അലീന എന്നേക്കാ കുഞ്ഞു കുട്ടിയാണ്. അതിലും കുഞ്ഞു കുട്ടികള് ഏജ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കണ്ടോ? ഇപ്പോഴത്തെ നിലയ്ക്ക് എന്റെ ക്ലിനിക്കിൽ വരുന്ന ഏറ്റവും ലീസ്റ്റ് ഏജ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? സ്പീച്ച് തെറാപ്പിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പറയണ്ട, മറ്റുള്ളവര് ഏറ്റവും ചെറിയ പ്രായം ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫോൺ കയ്യിൽ കിട്ടണത്, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഫോൺ കിട്ടുന്നത്. സോറി, ഞാൻ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോ NRI പാരന്റ്സ് ഉള്ള കുട്ടികളുടെ അടുത്ത് പേഴ്സണൽ ഫോൺ ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. ഈവൻ LKG UKG പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത്. ശരി, നിങ്ങൾ 5ഉം 4ഉം വയസ്സാ പറയണത്. വേറെ വയസ്സ് ഞാൻ പറയും 8 മാസം, 7 മാസം, 4 month old. റോസ്മിൻ റീഹാബിലിറ്റേഷൻ ഫീൽഡിലാണോ എന്ന് എനിക്കറിയില്ല. 7 മാസം, 4 മാസം, 5 മാസം, ഇത്രയും പ്രായമുള്ള കുട്ടികൾക്ക് ഫോൺ ഫിക്സ് ചെയ്ത് വെച്ച് കുട്ടികളെ മാനേജ് ചെയ്യണ പേരൻസ് ഉണ്ട്. ഇത് വിരളല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കണതാണോ, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ? വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് അനുഭവമുള്ളവരുണ്ടാവാം. നിങ്ങൾ തുറന്ന് പറയുന്നവർ കുറവായിരിക്കാം. ഇപ്പൊ ഈ ആൽബിൻ പറഞ്ഞ ഒരു NRI കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ NRI കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ രണ്ടുപേരും വർക്കിംഗ് ആണ്. രണ്ടുപേരുടെയും സമയം എന്ന് പറയുന്നത് ചില ഇപ്പോ മെഡിക്കൽ പ്രൊഫഷനിൽ ഉള്ളവരാണ് വെച്ചാൽ 12 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരു സമയത്ത് അമ്മയുണ്ടെങ്കിൽ ഒരു സമയത്ത് അച്ഛനെ വീട്ടിലുണ്ടാവുള്ളൂ. ഈ പറയുന്ന ഒരു ഐഡിയൽ സന്ദർഭം, കുട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭം അവർക്ക് വീട്ടിൽ കിട്ടുന്നില്ല. ആ സമയത്ത് ഒരു 7 മാസം പ്രായമുള്ള ഒരു കുട്ടി, 8 മാസം പ്രായമുള്ള കുട്ടി, സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി, ഈ കുട്ടീനെ വെച്ചുകൊണ്ട് ഈ 12 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് വരുന്ന അമ്മ, വീട്ടിലത്തെ അല്ലെങ്കിൽ വരുന്ന അച്ഛൻ വീട്ടിലത്തെ പണികൾ ചെയ്യണം. അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അവര് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ഇതിലും വലിയൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. മറ്റ് പാരന്റിങ് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. ഈ കുട്ടീനെ കരയാതിരിക്കാനും മാനേജ് ചെയ്യാനും അവർക്ക് ആകെ വഴി ഈ ഫോൺ കൊടുക്കലാണ്. വേറെ ഓപ്ഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അവർ ചെയ്തു പോണത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. ഇവിടെയും ഞാൻ ഈ മേൽ പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥ വളരെ പ്രധാനമാണ്. സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല. മുന്നത്തെ ജനറേഷനിൽ കുറച്ചുകൂടി സപ്പോർട്ടീവ് സിസ്റ്റം മനുഷ്യര് നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു. ആ മനുഷ്യർക്കും പ്രത്യേകത ഉണ്ട്. പുറമെ വീടിന് പുറമെ ജോലിക്ക് പോകാത്ത സ്ത്രീകൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. മുത്തശ്ശിമാരോ അമ്മമ്മമാരോ അമ്മായിമാരോ ബന്ധുക്കൾ അടുത്തടുത്തുണ്ടായിരുന്നു. നമ്മളുടെ ഫാമിലി സെറ്റിങ്സ് അല്ലെങ്കിൽ ഫാമിലി സെറ്റപ്പുകൾ വ്യത്യാസമുണ്ടായിരുന്നു. റിലേറ്റീവ്സ് ഇടപഴകണതിന്റെ തോത് വ്യത്യാസമുണ്ടായിരുന്നു. ആൾക്കാര് നമ്മളെ കുട്ടീനെ ഒന്നും ഒരു അരമണിക്കൂർ അമ്മായിയുടെ അടുത്ത് കൊടുത്ത് പോകാനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നു. ഒരു NRI ഫാമിലിക്ക് ഇതിപ്പോ നിലവിലില്ല. ഇനി NRI അല്ലെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന 2 ആൾക്കാരും വർക്ക് ചെയ്യുന്ന, അതിന് സിറ്റികൾ ആവണമെന്നൊന്നുമില്ല. ഗ്രാമങ്ങളിലും 2 പേരും കൂലിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന, ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്നവർക്ക് 2 പേരും ജോലി ചെയ്തേ പറ്റൂ. കുട്ടികളെ കൂട്ടിയിട്ട് പോകുന്ന അവസ്ഥകളുണ്ട്. കുഞ്ഞു കുട്ടികളെയും മുതിർന്ന കുട്ടികളെയും അപ്പുറത്തെ വീട്ടിലാക്കി പോണവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പലവിധ ജീവിത സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഈ സ്ക്രീൻ എക്സ്പോഷർ വളരെ നേരത്തെ കുട്ടികൾക്ക് കിട്ടണു എന്നുള്ളത് പാരന്റിങ് ഇത്തിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടി തന്നെയാണ്. ഒരു ക്ലിനിക്കൽ പെർസ്പെക്റ്റീവില് കുട്ടികളുടെ വളർച്ചയെ അത് ബാധിക്കണു എന്നുള്ളതിൽ കൂടുതൽ കുട്ടികൾ കാണുന്ന കോണ്ടന്റ് എന്താണ് എന്നുള്ളത് ഒരു വലിയൊരു പ്രയാസം തന്നെയാണ്. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അഡൾട്ട് കണ്ടന്റിന് കുട്ടികളെ എക്സ്പോഷർ നേരത്തെ കിട്ടുന്നുണ്ട്. മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇത്തരം ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു വായിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസിൽ ഏറ്റവും നേരത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഏറ്റവും നേരത്തെ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രായം പോൺ വീഡിയോസിന് എക്സ്പോഷർ ഉണ്ടാവുന്നത് 9 വയസ്സാണെന്നുള്ളതാണ് റീസെന്റ് സ്റ്റഡീസിൽ പറയുന്നത്. 9 വയസ്സ് ഒരു ആവറേജ് പ്രായമായിട്ടോ പറയുന്നത്. ആവറേജ് പ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 9ന് മുന്നേയും കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, 9ന് ശേഷമുള്ള ടീനേജ് ഏജസിലും എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണതല്ല. അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറമുള്ള സാധനങ്ങളാണ് കുട്ടികൾ കാണുന്നത്. അത് നിങ്ങളുടെ സജഷനിൽ വരാം. ഒരു അഡൾട്ടിന്റെ ഫോണാണ് യൂസ് ചെയ്യണതെങ്കിൽ അതിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സജഷൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അറിയാതെ ചെന്നെത്തിപ്പെടുന്നതാവാം.
കാരണം മണിക്കൂറുകളോളം കുട്ടി അൺഅറ്റൻഡഡ് ആയിട്ട് ഒരു ഡിവൈസ്, ഒരു ഗാഡ്ജറ്റ് കുട്ടിയുടെ കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഒരുപാടുണ്ട്. ഇവിടെയും സാമൂഹ്യസ്ഥിതി പ്രസക്താണ്. പുറത്തു പോയി ഒന്നിച്ച് കളിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു. ഇനി ഇടങ്ങൾ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ, സുരക്ഷിതത്വം വലിയൊരു കൺസേൺ ആണ് നമുക്ക്. ഈ പറയുന്നത് ഞാൻ കൂടി എന്റെ കുട്ടിയെ ഒന്ന് കുറച്ചു നേരം നോക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് എന്റെ അപ്പുറത്തെ വീട്ടില് ഇന്നേ വരെ ആക്കിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന ലൊക്കാലിറ്റിയിലുള്ള 5-6 വീടുകളിൽ ഓടി നടന്ന് കളിച്ച് വളർന്ന ആളാണ്. ഞാൻ ജനിച്ചു വളർന്ന അതേ സ്ഥലത്താണ് ഞാനിപ്പോ എന്റെ കുട്ടിയെ വളർത്തുന്നത്. പക്ഷെ എന്റെ മകളെ ഞാൻ 3.5 വയസ്സുള്ള അല്ലെങ്കിൽ 2.5 വയസ്സുള്ള എന്റെ മകളെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയെ ഏൽപ്പിച്ച് എവിടേക്കും പോവാറില്ല. സുരക്ഷിതത്വം കൺസേൺ ആണ്. എന്താ പറയാ, പേടി, എന്താ പറയാ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആദി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും, അവിടുത്തെ അഡൽസ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ച് നമുക്ക് ബോധം വന്നു തുടങ്ങി. പണ്ടത്തെ കാലത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇനി ഇതേ സമയത്ത് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാണ്. നിങ്ങളിൽ എത്ര പേർക്ക്, തുറന്നു പറയാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങളിൽ എത്ര പേർക്ക് വളരെ എന്താ പറയാ അത്ര വലിയ തോതിലല്ലാത്ത നിങ്ങളുടെ ശരീരത്തിലേക്ക് അതിക്രമം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട്? പറയത്തക്ക രീതിയിലുള്ള വലിയ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് കേസ് ഒന്നും അല്ലെങ്കിൽ കൂടി ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടികൾ ആരെങ്കിലും, ആണുങ്ങൾ ആരെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ 5-6 വയസ്സിലെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഒരു വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ അടുത്ത്, ആ വീട്ടിലെയും 5 കുട്ടികളുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാടത്തെയും 4-5 മക്കളുണ്ട്, ഞാനുമുണ്ട്. എപ്പോ ചെന്നാലും ആള് എന്നെ മടിയിലിരുത്തി ലാളിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ആ ലാളനെ ഇപ്പോഴും ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. പക്ഷെ ഐ വാസ് അൺകംഫർട്ടബിൾ എന്നുള്ളത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഒന്നും ഗ്രാഫിക്കലായിട്ട് എനിക്ക് ചിന്തയില്ല. ഞാൻ എന്നെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഐ വാസ് അൺകംഫർട്ടബിൾ. ഇത് എന്റെ മനസ്സിലുള്ളിടത്തോളം ഇതിന്റെ ഓർമ്മയുള്ള ഒരാള് ഒരു 2.5-3 വയസ്സുള്ള കുട്ടിയോ 5 വയസ്സുള്ള ഒരു കുട്ടിയോ ഒരു മുതിർന്ന ഒരു മുത്തശ്ശനുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഒരിക്കലും അപ്പുറത്തെ വീട്ടിലേക്ക് വിടില്ല. ഇത് എന്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല. ഇപ്പോഴത്തെ ഇന്ററാക്ഷൻ നിങ്ങൾ കേട്ടാൽ അറിയാം, ഒരുപാട് സ്ത്രീകളും ആൺകുട്ടികളും പറയും. സ്റ്റാറ്റിസ്റ്റിക്സ് വ്യത്യാസം ഉണ്ടായിരിക്കാം, തുറന്നു പറയലുകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, എങ്കിലും ഈ അനുഭവം ഉണ്ട്. അപ്പൊ സേഫ്റ്റി ഒരു കൺസേൺ തന്നെയാണ്. മാത്രല്ല, നമുക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഓവർലോഡ്, നമ്മൾ വായിക്കുന്ന വാർത്തകള്, നമ്മൾക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടാതെ തന്നെ നമ്മളെ ഫീഡിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ ഒന്നുമില്ലെങ്കിൽ വളരെ ഒരു റീസെന്റ് ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത് നടന്ന ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണത്തിനെ സംബന്ധിച്ചിട്ടുള്ള കേസ്, ഞാൻ ഇതുവരെ ഒരു ന്യൂസ് തുറന്ന് വായിച്ചിട്ടില്ല. കാരണം അതൊരു ട്രിഗർ ആവും എനിക്ക് എന്നുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം അത് ഒഴിവാക്കി. എനിക്ക് അറിയായല്ല, ഞാനത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ദാറ്റ് യു ഗിവ് ഇൻ ദ മീഡിയ, ദ ഡീറ്റെയിൽസ് ദാറ്റ് യു ഗിവ് ഇൻ, ഫോർ എ പാരന്റ് ഇറ്റ് ഇസ് വെരി ഹാർഡ്. ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ടേക്ക്. ഇവിടെയുള്ള അമ്മമാരോടോ അച്ഛന്മാരോടോ കേട്ടാൽ അറിയാം, നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരെ എന്താണ്, നമ്മളുടെ മകളുടെ മുഖമാണ്, നമ്മളുടെ കുഞ്ഞിന്റെ, നമുക്കറിയുന്ന ഒരു കുട്ടിയുടെ മുഖമാണ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മുഖമാണ്. ഇത് എടുക്കാൻ എല്ലാവർക്കും ഒരേപോലെ മാനസിക നില ഉണ്ടായിക്കൊള്ളുന്നില്ല, മാനസികമായ പക്വത ഉണ്ടായിക്കൊള്ളുന്നില്ല, സ്ട്രെങ്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് പാരന്റിങ് ഹാർഡാക്കുകയാണ്. മുന്നേ ഇത്ര അധികം നമ്മൾ അതിനെ എക്സ്പോസ്ഡ് ആയിരുന്നില്ല. മീഡിയ ഇത്രത്തോളം നമ്മളിലേക്ക് എന്താ പറയാ ഇന്റർവ്യൂ ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു കുറച്ച് ആശ്വാസം തന്നെയായിരുന്നു എന്ന് വേണം കാണാൻ. കാരണം ക്രൈംസ് ഇല്ലാതിരുന്നിട്ടില്ല ഒരു കാലത്തും, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ മനുഷ്യന് ഇല്ലാതിരുന്നിട്ടേ ഉള്ളൂ. സോ എക്സ്പ്ലിസിറ്റ് എക്സ്പോഷർ ടെക്നോളജി വൈസും പാരന്റിന് വരുന്നതും കുട്ടിക്ക് വരുന്നതും ഒരേപോലെ ചലഞ്ചിങ് ആണ്. കുട്ടി ഒരു പോൺ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണുന്ന ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നത്. കുട്ടികൾക്ക് ഇത് ഇത്രയും നേരത്തെ ആക്സസ് കിട്ടുന്നത് നമ്മളുടെ ആക്സിഡന്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ ഒന്നും ആയിക്കോളൊന്നുമില്ല കേട്ടോ, വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് ഒരു വലിയൊരു പ്രയാസമാണ്. നമ്മൾ തീരെ ചെറിയ കുട്ടികളിൽ കടന്നു, അവർ അബദ്ധത്തിൽ കാണണമെന്ന് വിചാരിക്കാം. ഗെയിമിംഗ് സംവിധാനങ്ങൾ തന്നെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്,
മറ്റുള്ള ഒരാൾ പറയുന്നതിനനുസരിച്ച് ഒരാള് ഗെയിം കളിക്കണത് കാണുന്നത് ഹരം കൊണ്ട് കാണുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട് എന്റെ 10 വയസ്സുള്ള മകൻ ഇവൻ ഇത് എന്ത് കണ്ടിട്ടാണോ ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നത്, അവൻ കളിക്കണില്ല. ആ കളി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, അവന് മനസ്സിലാവുന്നുണ്ട്. വേറൊരാൾ അതിരുന്ന് കാണുകയാണ്, അതിനെക്കുറിച്ച് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഇതാണ് മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതില് ഈ പറയുന്ന ആളുടെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ കോണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. വളരെ അഡൾട്ട് ലാംഗ്വേജ് സംസാരിക്കാറുണ്ട്, അഡൾട്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, മുതിർന്ന ഒരു മനുഷ്യന് മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം എന്താ പറയാ ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. കുട്ടികൾ അറിയേണ്ടാത്ത പ്രായത്തിലാണ് പല കാര്യത്തിലും എക്സ്പോസ്ഡ് ആവുന്നത്. അവർക്ക് അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അറിയില്ലെങ്കിൽ കൂടി അവര് അങ്ങനെ സംഗതി ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് വെരി എന്താ പറയാ പെക്യുലിയർ. എല്ലാവരും എപ്പോഴും ഉപയോഗിക്കണതല്ല. അബദ്ധം പറ്റുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ പറയാൻ പറ്റുന്ന വാക്കുകളാണ് എന്നുള്ള ധാരണയിൽ കുട്ടികൾ ഉപയോഗിക്കും. അത്തരം കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടും. ഇനി ഗെയിമുകൾക്ക് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിനും എന്താ പറയാ അതിലത്തെ ആനിമേഷൻസിന്റെ പ്രത്യേകത, അതിലത്തെ കോണ്ടന്റിന്റെ പ്രത്യേകത, അതിലേക്ക് കുറച്ചും കൂടി ഞാൻ വരാം. ഷാൽ ബി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇതെല്ലാം ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പാരന്റൽ മെന്റൽ ഹെൽത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടീനെ വളർത്തുക എന്ന് പറയുന്നതിന് നമ്മൾ പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ സ്കിൽ വൈസ് പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ മാനസികമായിട്ട് പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഒരുപാട് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസിക അസ്വസ്ഥതകളുള്ള മനുഷ്യരുണ്ടാവാം. പേഴ്സണാലിറ്റി ഡിസോർഡറുകളുള്ള, ആൻസൈറ്റി ഡിസോർഡറുകളുള്ള, നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് പ്രയാസം എന്നുള്ളത്. നമ്മളുടെ ഡിസോർഡർ ലെവൽ വിട്ടേക്കൂ, ഇതൊന്നും അല്ലാത്ത നമ്മളുടെ ലോകവീക്ഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതായത് മറ്റൊരാളുടെ ജീവിതത്തിനെ ബാധിക്കത്തക്ക തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള മനുഷ്യര് പാരന്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അത് ഒരുപക്ഷെ അവരുടെ കഴിവുകളിലോ കുട്ടികളുടെ പെർഫോമൻസിലോ പഠിത്തത്തിലോ അവരുടെ ജീവിതത്തിലോ കാണാം. അപ്പോ ടീച്ചറോ മറ്റാരെങ്കിലോ തിരിച്ചറിഞ്ഞിട്ട് അവരെ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാം. ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ, കുട്ടി ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അവന്റെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പെട്ടെന്നൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ സംസാരത്തിൽ വ്യക്തത കുറവുണ്ടല്ലോ, കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ, പഠിക്കാൻ പ്രയാസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ അടുത്തോ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ഒക്കെ കുട്ടികൾ എത്തിപ്പെടാം. എന്നാൽ ഇതൊന്നും അറിയാതെ പോകുന്ന വീടുകളും ഉണ്ട്. അവിടെയാണ് നമ്മൾ പാരന്റൽ ട്രോമ കാരണം കഷ്ടപ്പെടുന്ന കുട്ടികൾ വരുന്നത്. അപ്പോ അത് ആ കുട്ടി വലിയ കുട്ടിയാവും, വലിയൊരു മനുഷ്യനാവുമ്പോ നമ്മളൊക്കെ പോലെ നമ്മളുടേതായിട്ടുള്ള മാനസിക നില എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്, അത് ഒരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഡിസ്ഫങ്ഷനിലാണോ എന്നുള്ളതിന്റെ പ്രധാന കാരണം കിടക്കുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ് എങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പൊ അത് നമ്മളൊരു പാരന്റ് ആവുമ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടത് എന്താണ്? നമ്മൾ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ബോധവാന്മാരാവുക. നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് നീഡ്സ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ആദ്യ പരിഗണന നമ്മൾ കൊടുക്കണം. നമുക്ക് മാനസികാരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിനുള്ള സഹായം ആദ്യം തരണം എന്നുള്ളത്. നമുക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്ന കാര്യങ്ങൾ തിരുത്താനുള്ള, നമ്മളുടെ തലയുടെ ഉള്ളത്തെ പ്രയാസങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം അത് നമ്മളെ കുട്ടിയെ ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. താനും ഇതിൽ ഓരോന്നിനെ കുറിച്ചും എനിക്ക് ഓരോ മണിക്കൂർ വേണിച്ചാൽ സംസാരിക്കാൻ സാധിക്കും. ഓരോന്നിന്റെയും അകത്തും അതിന്റെ അകത്തും പോകേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ 1 മണിക്കൂർ എന്നുള്ള ഒരു സമയം നമ്മൾ വെച്ച് നമുക്കും ഇൻഫർമേഷൻ ഓവർലോഡ് ആവരുതല്ലോ, പിന്നെ കാട് കയറി പറഞ്ഞാലും കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ചുരുക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് ഒരു ബ്ലാങ്കറ്റ് ടൈമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഗതി തന്നെയാണെങ്കിലും എൻ്റെ ഒരു മെന്റൽ ക്യൂവിന് വേണ്ടിയിട്ട് ഈ സ്ലൈഡ് വെച്ചതാണ്. നേരത്തെ പറഞ്ഞ ഒരു ഗെയിം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ ഗെയിമിൽ കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആർക്കെങ്കിലും ഒരു ഇൻപുട്സ് തരാൻ പറ്റും?
ലൈക്ക് ഏറ്റവും എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലൈക്ക് കൂടുതൽ ബോയ്സും വളരെ യങ് ഏജ് തൊട്ട് കളിച്ചു തുടങ്ങുന്നതാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയും GTA. സോ ആ ഒരു ഗെയിമിൽ തന്നെ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സും വളരെ കൂടുതലാണ്. എക്സാക്ട്ലി. പിന്നെ ചില ഗെയിംസ് ഉണ്ട് ലൈക്ക് എന്താ പറയാ, ഇപ്പോ സ്നൈപ്പേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ ഗെയിംസിലൊക്കെ തന്നെയാണെങ്കിലും എന്താ പറയാ ഒരു ക്രിമിനൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ മൊത്തം ബ്ലഡ് കില്ലിംഗ് മർഡേഴ്സ്. സോ അതുമായിട്ടൊരു ചെറുപ്പത്തിൽ തന്നെ എൻഗേജ്ഡ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ദാറ്റ് ഇസ് വൺ പോയിന്റ്. ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും പറയാം. എനിക്ക് തോന്നുന്നു എന്നെ പോലെ റീഹാബിലിറ്റേഷൻ സെക്ടറിൽ ഒരു ലോഡ് മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത്. ഒന്ന് ഇത് കാരണം എന്താ പറയാ, സ്ക്രീൻ ടൈം കൂടുതൽ കിട്ടുന്നത് കാരണം, അല്ലെങ്കിൽ സ്ക്രീനിൽ ഇത് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആവുന്നത് കാരണം അറ്റൻഷൻ സ്പാൻ റെഡ്യൂസ് ചെയ്യണു എന്നുള്ളതിനൊക്കെ എനിക്ക് തോന്നുന്നു അതിന് ക്രിറ്റിസിസംസും ഉണ്ട്. അത് എത്രത്തോളം സയന്റിഫിക്കലി ബാക്ക്ഡപ്പ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇനി നമ്മൾ ഒന്നുകൂടി ഡെപ്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. അതൊരു വിഷയം. ഇതില് ചാറ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ച് വരാം. ഒന്ന്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു മുതിർന്ന മനുഷ്യന്റെ ലോകത്തിനെ നമ്മൾ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളത്. ആൽവിൻ ജോസഫ് പറഞ്ഞതിലെ ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല എന്താ പറയാ, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള അനിമേഷൻസ് ഉള്ള കാർട്ടൂണുകൾ ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാർട്ടൂൺസ്. അത് ഒരു പക്ഷേ എന്താ പറയാ, അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിൽഡിംഗ് ഗെയിംസ് ആയിരിക്കാം, ആർക്കേഡ് ഗെയിംസ് ആയിരിക്കാം, ഗ്രാൻഡ് തെഫ്റ്റ് പോലത്തെ ഗെയിംസ് ആയിരിക്കാം. ഐ മീൻ ഗ്രാൻഡ് തെഫ്റ്റ് എന്നാണെന്ന് പറഞ്ഞു തോന്നുന്നു. എന്തായാലും ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അങ്ങനത്തെ ഗെയിംസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈവൻ എന്താ പറയാ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, എന്തൊരു റണ്ണറാണ്, എസ് വെച്ച് തുറക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ പെട്ടെന്ന് സോറി സബ്വേ സഫർ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹേർഡിൽസ് വരും, ചാടി കിടക്കണം. ഇത് ഓരോ ഗെയിമിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇനി വേറെ ചില പഠനങ്ങൾ ഉണ്ട് കേട്ടോ, ചില ഗെയിംസിൽ നിന്ന് ചില സ്കില്ലുകൾ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള പഠനങ്ങളും ഉണ്ട്. അത് ഗെയിംസ് ആർ ഓൾ ബാഡ് എന്നല്ല പറയുന്നത്, പക്ഷെ ഇതിലത്തെ കോണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ റിഫൈൻഡ് അനിമേഷൻ ഉള്ളതിൽ സ്ത്രീകളെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, മിക്കവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ സെക്ഷുവലൈസ്ഡ് ആയിട്ടാണ് മിക്ക ഗെയിംസിലും കാണാറുള്ളത്. അതിലത്തെ സ്ത്രീകൾക്ക് നമ്മൾ പണ്ട് മംഗളത്തിലും മനോരമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, മംഗളം വാരികയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ജയസോമനാഥൻ മാഷൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോ പണ്ടത്തെ കാലഘട്ടത്തിൽ വളരെ സെക്ഷുവലൈസ്ഡ് ആയിട്ട് സ്ത്രീകളെ വരച്ച് വളരെ അവർ ഗ്ലാസ് ഫിഗറിലൊക്കെ വരച്ച് കണ്ടിട്ടുള്ള ചില മാസികകളുണ്ട്. അതിന്റെ ഒരു 3D വേർഷൻ വളരെ എന്താ പറയാ, റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഷൻസിൽ പോർട്രേ ചെയ്യുന്നത് കാണാം. ഇനി മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള രൂപങ്ങളുടെ പ്രത്യേകതകള്, അവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകതകള്, ഇതെല്ലാം വളരെ സെക്ഷുവലൈസ്ഡ് ആണ്. ഇതൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റണേലും അപ്പുറത്താണ്. ഇനി ഇതേ സാധനം ഒരു ഗെയിം ആയിക്കൊള്ളണം എന്നില്ല, അത് പരസ്യങ്ങളായിരിക്കാം, സിനിമകളായിരിക്കാം, ഡിജിറ്റൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാത്രം ചിന്തിച്ചാൽ പോരാ. സിനിമകള്, മറ്റ് എന്താ പറയാ, മാസികകള്, പരസ്യങ്ങള്, ബിൽ ബോർഡ്സ്, ഇതിലെല്ലാം കൊടുത്തിരിക്കുന്ന സ്ത്രീകളെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അതിലത്തെ സ്ത്രീകളുടെ എന്താ ശരീരത്തിന്റെ വടിവ്, അങ്ങനത്തെ ആൾക്കാരെയാണോ നമ്മളൊക്കെ ചുറ്റും കാണുന്നത്? റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ അതിൽ കാണുന്നത്? അല്ല. പക്ഷെ ഇതൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പ്രയാസാണ്. അപ്പൊ കുട്ടി ലോകത്തിനെ വീക്ഷിക്കണ കാര്യങ്ങൾ, ലോകവീക്ഷണം വളർന്നു വരുന്ന ഒരു കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ റിയൽ ആയിട്ടുള്ള ലോകം, എന്റെ അമ്മയും അമ്മായിയൊക്കെ ഇങ്ങനെയുള്ളൂ, അല്ലാത്തവരൊക്കെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കണം എന്ന് അവൻ തെറ്റായി ചിന്തിക്കാം. അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിന്നീട് വരാവുന്ന സ്ത്രീകൾക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ലോകവീക്ഷണം അവനായിട്ട് തന്നെ രൂപീകരിക്കാം. ഇതിലത്തെ പ്രയാസം നിറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു കുട്ടി നമ്മളോട് ഇത് വന്ന് നേരിട്ട് ചർച്ച ചെയ്തോളണം എന്നില്ല. ഒരു കുട്ടിയും അത് ചെയ്യില്ല. നമുക്ക് വീണ് കിട്ടുന്ന സന്ദർഭങ്ങളും കുറവായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും അതെന്താ അമ്മേ ആ കുട്ടിയുടെ ഡ്രസ്സ് അങ്ങനെ, അല്ലെങ്കിൽ അതെന്താ എന്റെ അമ്മയെ പോലെ അല്ലല്ലോ അതിൽ കാണുന്ന സ്ത്രീ എന്ന് ഒരിക്കലും ഒരു കുട്ടി ചോദിക്കില്ല. വളരെ വിരളായിട്ട് ചോദിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം എന്ന് ഞാൻ പറയും, യു ആർ ലക്കി എന്ന് ഞാൻ പറയും. പക്ഷെ ചോദിക്കാത്ത സന്ദർഭമാണ് കൂടുതൽ. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും?
ഒരു ചലഞ്ച് അല്ലേ? നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് വരണം. ആദ്യം നമ്മളെ പ്രയാസം എന്താണെന്നുള്ളത് അറിയാലോ, എന്നിട്ടല്ലേ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ അനിമേഷൻസിൽ അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ, വിഷ്വൽ റെപ്രസെന്റേഷൻ ഒരു വിഷയമാണ്. ഇനി ഗെയിമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരസ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, എത്ര പേരെ ശാരീരികമായിട്ടുള്ള ഫീച്ചേഴ്സിൽ വ്യത്യാസമുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഏറും കോണുമുള്ളവരും നമ്മളെയും എന്നെയും നിങ്ങളെയും പോലെ എല്ലാം തികഞ്ഞവരല്ലാത്ത മനുഷ്യരെ, കണ്ണട വെച്ച മനുഷ്യരെ, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച മനുഷ്യരെ, അല്ലെങ്കിൽ കയ്യിനോ കാലിനോ വലിപ്പക്കുറവുള്ള മനുഷ്യരെ എത്ര പേർക്ക് റെപ്രസെന്റേഷൻ ഗെയിമുകളിൽ ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള വ്യത്യസ്തതകളുള്ള മനുഷ്യരെ കാണുന്നില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ വേണം. പക്ഷെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയയില് വളരെ റാൻഡമായിട്ട് കാണുന്ന പരസ്യങ്ങളിലോ റാൻഡമായിട്ട് കാണുന്ന ചിത്രങ്ങളിലോ എത്ര ഡൈവേഴ്സ് റെപ്രസെന്റേഷൻ ഉണ്ട്? ഇല്ല. അപ്പൊ ഡൈവേഴ്സ് റെപ്രസെന്റേഷൻ ഇല്ല എന്നുള്ളത് പണ്ടുമുള്ള പ്രശ്നം തന്നെയാണ്. അതിനേക്കാൾ ഫോൾട്ടി റെപ്രസെന്റേഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിലത്തെ ഇഷ്യൂ. അപ്പോ ഡൈവേഴ്സ് ആയിട്ടുള്ള റെപ്രസെന്റേഷനും ഇല്ല, ശരിക്കുള്ള കാര്യം കിട്ടണമില്ല, ഫോൾട്ടി ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടണമുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഹൗ ഹാർഡ് ഇറ്റ് ഇസ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഇതൊരു വലിയ ചലഞ്ച് തന്നെ ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അൽഗോറിതംസ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളുടെ മാത്രം നോക്കിയാൽ മതി, കുട്ടികളെ നിങ്ങൾ വിട്ടേക്കോ, നമ്മളുടെ കാര്യം നോക്കിക്കോളൂ. എന്റെ വീട്ടില് എന്റെ അച്ഛന് ഫോണുണ്ട്, അമ്മയ്ക്ക് ഫോണുണ്ട്, എനിക്ക് ഫോണുണ്ട്, ഭർത്താവിന് ഫോണുണ്ട്. ഞങ്ങളുടെ 4 പേരുടെയും ഫീൽഡിൽ 4 തരത്തിലുള്ള സാധനങ്ങളായിരിക്കും വരിക. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എന്താണ്? നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾ എന്തിനോടാണ് അഫിലിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്താപരമായിട്ട് എന്തിനോടാണ് കുറച്ചുകൂടി അഫിലിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്? നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ശരീരത്തിന്റെ താല്പര്യമാവാം, മനസ്സിന്റെ താല്പര്യമാവാം, ഭക്ഷണത്തിന്റെ താല്പര്യമാവാം. ഇതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ അൽഗോരിതം വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഈ 4 ഫോണും വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയല്ലേ? ഇതിൽ ഏത് ഫോണാണ് കുട്ടിക്ക് കിട്ടുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ആ കുട്ടി അതിൽ എക്സ്പോസ്ഡ് ആവും എന്നുള്ളത് ഒരു വിഷയം. അതവിടെ നിൽക്കട്ടെ. കുട്ടിക്കായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിലോ കുട്ടി സെർച്ച് ചെയ്യണത് മാത്രമേ അതിൽ കാണുള്ളൂ, അല്ലെ? അപ്പൊ അവന് വേറെ ഒന്നും കിട്ടുന്നില്ല. ആ കിട്ടണ കണ്ടന്റിൽ എത്രത്തോളം അബദ്ധങ്ങളുണ്ടോ അത് മുഴുവനും ആ കുട്ടിയുടെ റിയാലിറ്റി ആയിട്ട് കുട്ടി ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. കുട്ടികളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള പ്രായം എത്താൻ കുറച്ച് കഴിയും എന്നുള്ളതാണ്. ആ സമയത്ത് അവർ ഒരേ സാധനം, നിങ്ങളുടെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം മാത്രമേ കാണുന്നുള്ളെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ലോകവീക്ഷണം ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ ചിന്താഗതിയോട് ചേർന്ന്, അത് വളരെ അക്രമാസക്തത ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദ ഉള്ള കലർന്ന കണ്ടന്റ് ആണെങ്കിൽ, ഇതെല്ലാം കുട്ടീനെ ബാധിക്കും. കുട്ടിക്ക് അരാഷ്ട്രീയവാദമാണെന്നൊന്നും മനസ്സിലാവില്ലായിരിക്കാം, പക്ഷെ അതിലത്തെ കോണ്ടന്റിനെ കുറിച്ച് ചിന്ത വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വീടകത്തില് ഉള്ള ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി എന്റെ കൂടെ തിരുവനന്തപുരം ടൗണില് ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു ബസ് വന്ന് നിന്നു. നമുക്ക് പോകേണ്ടത് ഈ ബസ്സിലാണോ എന്ന് എന്നോട് ചോദിച്ചു. 6 വയസ്സ് 7 വയസ്സേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ബസ്സിലാണ്. ആ കുട്ടി എന്നോട് ചോദിച്ച അടുത്ത ചോദ്യം, നമുക്ക് ഇതിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണത്. ആ പ്രായത്തില് കാര്യങ്ങളെ കാണുന്നത് നമ്മളെക്കാൾ സ്മാർട്ടായിട്ടാണ്. കുട്ടികൾ പൊതുവേ നമ്മളെക്കാൾ സ്മാർട്ടാണ്, ഈ കുട്ടി പ്രത്യേകിച്ചും. ഈ ബസ്സിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറാൻ പറ്റും, ഇന്ന സ്ഥലത്തേക്ക് പോണ ബസ്സാണ്, അത് എഴുതിയിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ ബസ്സിൽ കയറാം. ആ കുട്ടിയുടെ അടുത്ത ചോദ്യം, അത് പള്ളിക്കാരുടെയാണോ അതോ അമ്പലക്കാരുടെയാണോ? 6 വയസ്സ് 7 വയസ്സേ പ്രായമുള്ള കുട്ടിക്ക് നിങ്ങൾ ചിന്തിക്കണം, ഇത് എവിടുന്ന് വന്നു ആ ചോദ്യം? എനിക്ക് പരിചയമുള്ള വീടാണ്, എന്റെ വായന്ന് അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല, എന്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. ആ കുട്ടി അത് എവിടുന്നോ കേട്ടിട്ടില്ലേ? ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അതിൽ ഇടപെടാനോ തിരുത്തി കൊടുക്കാനോ അതെ എന്താണ് ആ കുട്ടി പറയുന്നത് എന്നുള്ളത് ഗ്രഹിക്കാൻ തന്നെ എനിക്ക് സമയമെടുത്തു. ആ വാക്ക് ഒരു മുതിർന്ന ആളുടെ അടുത്ത് നിന്നല്ലാതെ കിട്ടില്ല. ഇനി ഇത് മുതിർന്ന ആൾക്കാർ പറയുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും. ഇത്തരം സംസാരങ്ങളുള്ള റീലുകളില്ലേ, ഇത്തരം സംസാരങ്ങളോ ഇതേ ടോണിൽ അല്ലെങ്കിൽ ഇത്തരം
കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിഹാസങ്ങളെ കുറിച്ച്, പുരാണങ്ങളെ കുറിച്ച് വലിയ ആൾക്കാർ സംസാരിക്കണ പോലെ സംസാരിക്കണ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുമ്പോൾ ഈ കുട്ടി കാണുന്നത് ഒരു കുട്ടി സംസാരിക്കുന്ന റീലായിരിക്കാം, ഒരു കുട്ടി കളിക്കുന്ന ഗെയിം ആയിരിക്കാം. പക്ഷെ അവർ പറയണത് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴും വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുട്ടി എക്സ്പോസ്ഡ് ആയിരിക്കാം. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇത് ടെക്നോളജിയുടെ ഇൻട്രൂഷൻ കാരണം നമ്മളുടെ കയ്യിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മേക്കിംഗ് പാരന്റിങ് ഹാർഡ്. I'm almost coming to the last slide. ആകെയുള്ള ഒരു വഴി എന്താണെന്നുള്ളതാണ് അടുത്ത സ്ലൈഡാണ്. ആകെ ഒരു വഴി എന്ന് പറയുന്നത് ബീയിങ് ഇൻ ദ ചൈൽഡ്സ് വേൾഡ്. നിങ്ങൾ ഈ കാണുന്ന AI എനിക്ക് കടന്നു തന്ന ചിത്രം പോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് വുഡ് ബി വെരി കോംപ്ലിക്കേറ്റഡ്. ഒരു കുട്ടിയുടെ ലോകത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ കണ്ട പോലെ അവനിപ്പോഴും മിഠായി, ലോലിപോപ്പ്, ചിത്രം, ഈ പറയുന്ന പോലെ കളറുകളല്ല. അവന് കൺഫ്യൂഷൻസ് ഉണ്ട്. അവന് അല്ലെങ്കിൽ അവൾക്ക് അത് ചോദിക്കാൻ അറിയില്ല. ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കുട്ടി എക്സ്പോസ്ഡ് ആയിരിക്കും. പക്ഷെ അതെന്താണെന്ന് ആദ്യം മനസ്സിലാവണില്ല. എന്നാലല്ലേ അതിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? എങ്ങനെയാണ് നിങ്ങൾ കുട്ടിയുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുക? കുട്ടിയുടെ കൂടെ ആയിരിക്കാൻ മാത്രമേ അതിന് വഴിയുള്ളൂ. നിങ്ങളുടെ കുട്ടി ഗെയിം കളിക്കുന്നുണ്ടോ? കുട്ടിയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ കളിക്കുക. അതെന്താണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് മനസ്സിലാവാത്ത പല സംഗതികൾ ഉണ്ടാവും. ബോറടിച്ചിട്ടാണെങ്കിലും അവൻ അതിന്റെ എക്സൈറ്റ്മെന്റ് പറയുന്നത് കേട്ടിരിക്കേണ്ടി വരും. കേട്ടിരുന്നാലേ അതിന് എന്തെങ്കിലും നമുക്ക് വീണ് കിട്ടുള്ളൂ. അതിലെ നമുക്ക് ഒരു അഡൽട്ട് ഇന്റർവെൻഷൻ സാധ്യതയുള്ളൂ. ആ സാധ്യത ഉപയോഗിക്കാൻ മാത്രമേ നമുക്കൊരു പിടിവള്ളിയുള്ളൂ. കുട്ടിയുടെ ലോകത്തായിരിക്കുക എന്നുള്ളത് ഒന്ന്. കുട്ടിയുടെ ലോകത്താവാൻ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കൂടെ ഇരുന്നാൽ മാത്രം പോരാ. ഈ ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗെയിമിങ് എന്തൊക്കെ തരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഇതേപോലെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പഠിച്ചെടുക്കേണ്ടി വരും. നിങ്ങൾ AI കുറിച്ച് പഠിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് പഠിക്കേണ്ടി വരും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഗെയിംസ് എങ്ങനെ ഉണ്ടാവുന്നു, ഏത് ടൈപ്പ് ഗെയിമാണ് കുട്ടിക്ക് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഗെയിമുകളെ നന്നല്ല എന്നുള്ള ചിന്താഗതിയിൽ നടക്കരുത്. കാരണം അതിനി നമുക്ക് സാധ്യമല്ല. ടെക്നോളജി ഒരു പ്രശ്നമാണ്. ടെക്നോളജി ആണ് എൻ്റെ പാരന്റിങ് ഡിഫിക്കൽട്ട് ആക്കണത്. അത് നന്നല്ല എന്നുള്ള ചിന്താഗതി വേണ്ട. ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മൾ പണ്ടേ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇപ്പോഴത്തെ അഡ്വാൻസ്മെന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ അതിന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്സ്കിൽ ചെയ്യേണ്ടി വരും. ആസ് എ പാരന്റ് നമ്മൾ അപ്സ്കിൽ ചെയ്യേണ്ടി വരും. കുട്ടികളോളം ഉയരേണ്ടി വരും. കുട്ടി എങ്ങടാണോ ഓടുന്നത് ആ ദിശ എന്താണെന്ന് അറിയാതെ നമ്മൾ മേപ്പെട്ട് നോക്കി നിൽക്കാനുള്ള സമയം നമുക്കിനിയില്ല. 7 മാസം മുതൽ 6 മാസം മുതൽ കുട്ടിക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. എത്രത്തോളം നമുക്ക് ഒരു ഗാഡ്ജറ്റ് കുട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമോ അത്രയും വരെ നമുക്ക് മാറ്റി നിർത്താം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 2.5 വയസ്സ് വരെയെങ്കിലും നിങ്ങൾക്ക് ഗാഡ്ജറ്റ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സമയം, ഒരു ക്വാളിറ്റി സമയം നമുക്ക് കുട്ടിയുടെ കൂടെ കൊടുക്കാൻ സാധിക്കണം. ഈ കൂട്ടത്തില് ഒരു പാരന്റ് ആവാൻ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ മോട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുട്ടിക്ക് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമോ? ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് എന്താ? നമ്മൾ വെറുതെ കൂടെ പോയി ഇരിക്കലല്ല. കുട്ടിയോട് ഇന്ററാക്ട് ചെയ്ത് കുട്ടിയോട് സംസാരിക്കാനും കുട്ടിയുടെ ലോകം അറിയാനും ശ്രമിക്കുക. നമ്മളുടെ ലോകത്തേക്ക് കുട്ടീനെ കടന്ന് വരാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുക. ഇതിനൊക്കെയുള്ള തുറന്ന സംഭാഷണങ്ങൾ നടത്താൻ സാധിക്കുക. ഇതിനുള്ള ഒരു സമയം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അത് നമ്മളുടെ ഡെയിലി സ്കെഡ്യൂളിൽ എത്ര ജോലി ചെയ്യുന്നവരാണെങ്കിലും എത്രത്തോളം നമ്മൾ ഹെൽഡപ്പ് ആണെങ്കിലും ആ സമയം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഉദാഹരണത്തിന് അത് നിർബന്ധമാക്കി വെച്ചാലേ നമുക്ക് നമ്മളുടെ പാരന്റിങ് ഈസിയർ ആവുള്ളൂ. ഒരു 10 വയസ്സ് വരെ നമുക്കിതൊരു വിഷയമായിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഗെയിമോ ഫോണോ കൊടുത്ത് കുട്ടീനെ ഒരു ഭാഗത്ത് ഇരുത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ കാണുന്ന കാര്യങ്ങളുടെയും കുട്ടി മനസ്സിലാക്കിയിട്ടുള്ള തെറ്റായ ധാരണകളുടെയും പ്രശ്നം വരുന്നത് ഒരു ടീനേജില് ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ടോ ഒരു എന്താ പറയാ ഒരു ക്രിമിനൽ ആസക്തി ആയിട്ടോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ചെന്ന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ല. കുട്ടി ഹി മൈറ്റ് ബി ഹെൽപ്ലെസ്, ഷീ മൈറ്റ് ബി ഹെൽപ്ലെസ്. നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളും ഹെൽപ്ലെസ് ആവും. നമുക്കും എന്താ ചെയ്യേണ്ടത് അറിയാം. നമ്മളൊരു വെറും പാരന്റായി മാറും. വെറും പാരന്റ് എന്ന് പറയുന്നത് ഈ വെറും പാരന്റ് എന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സ്റ്റഡീസിൽ പറയണത്
നമ്മളൊരു പാരന്റ് ആവണതോടുകൂടി ഒരു കുട്ടി ഉണ്ടാവണോടുകൂടി നമ്മളുടെ ഇമോഷണൽ വൾണറബിലിറ്റി ഭയങ്കര കൂടുതലാണ്. നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കുട്ടികളോട് ഇൻവോൾവ് ആയിട്ടുള്ള പാരന്റ്സിന്. അപ്പൊ നമ്മളൊരു വെറും പാരന്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും. അപ്പോ നമുക്ക് മനസ്സിന് നൈർമല്യം കൂടും, നമുക്ക് സങ്കടം പെട്ടെന്ന് വരും, കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ടെൻഷൻ കൂടും. അപ്പോ ഒരു ടീനേജ് ആവുമ്പോൾ വലിയൊരു ഹേർഡിൽ വരുമ്പോൾ നമ്മളുടെ ഗിൽട്ട് കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. അയ്യോ നമുക്കത് പണ്ട് ചെയ്യായിരുന്നല്ലോ, മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നല്ലോ എന്നുള്ളതും കൂടി വരുമ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് കുറയും, നമുക്കത് ഇന്റർവ്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കുറയും. അപ്പൊ കുട്ടിയെ സഹായിക്കാനുള്ള നമ്മളുടെ സ്ട്രെങ്ത് കുറയും, നമുക്ക് എടുത്തു കൊടുക്കാനുള്ള റിസോഴ്സ് കുറയും. ഇതിനെല്ലാം 7 മാസം മുതലുള്ള കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്യണം, കുട്ടിക്ക് എന്തൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യണം, കുട്ടിയുടെ വളർച്ചയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിച്ചേ പറ്റൂ. അങ്ങനെ അപ്സ്കില്ല് ചെയ്യുക തന്നെയാണ് ആദ്യ വഴി. ടെക്നോളജിക്കലി അപ്സ്കില്ല് ചെയ്യണം. നമ്മള് എന്താ പറയാ, കുട്ടീനെ വളർത്തുന്നത് എങ്ങനെയാണ്, സ്റ്റിമുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഇനി ഒരുപാട് തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്, അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. കുട്ടിയെയോ നിങ്ങളെയോ ബാധിക്കാത്ത, നിങ്ങളോ കുട്ടിയോ കാരണം മറ്റൊരു കുടുംബത്തിനോ മറ്റൊരു മനുഷ്യനോ ബുദ്ധിമുട്ടില്ലാത്ത എന്തും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇന്നതാണ് നല്ലത് എന്നുള്ളത് ഇല്ല. പാരന്റിങ് എല്ലാ കാലത്തും പ്രയാസമുള്ളതാണ്. പ്രയാസം കൂടി വരുന്ന ഒരു സംഗതിയാണ്, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണതേ ഉള്ളൂ. പക്ഷെ അതിനൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നന്നായി ചെയ്താൽ മറ്റുള്ളവർക്കും സുഖമായിട്ട് ജീവിക്കാം, നമ്മളുടെ കുട്ടിക്കും സുഖമായിട്ട് ജീവിക്കാം, നമുക്കും സമാധാനമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇത്രയാണ് ജനറിക് ആയിട്ട് 1 മണിക്കൂറിൽ പറയാനുള്ളതുള്ളൂ, പറയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു വി ക്യാൻ ഓപ്പൺ ദി സെഷൻ ഫോർ എ ഡിസ്കഷൻ. ജയശ്രീകുമാർ, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് ദ്വിതീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ചോദ്യങ്ങൾ ഒതുക്കാൻ തോന്നുന്നു, കാരണം ദ്വിതീയയുടെ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഓപ്പൺ ടു യു. അതെ, എന്റെ കുട്ടിക്ക് ഉറങ്ങാനുള്ള സമയമാണ്, അത് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 9:25 വരെ സമയമുണ്ട്, നമുക്ക് ചോദ്യം എടുക്കാം. ഓക്കെ, സോ ഓഡിയൻസ് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, ചോദിക്കാം, നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാം. ഹലോ മാം. സോ മാം നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികൾ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാൻ തോന്നിയത്, ലൈക്ക് ഈ നമ്മുടെ പ്രസന്റ് ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് ആ ഒരു എക്സ്പോഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എത്ര പാരന്റ്സ് അല്ലെങ്കിൽ എത്ര ആൾക്കാർ അവെയർ ആണ് എന്നുള്ളത് അറിയില്ല. കാരണം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ പറയുന്ന പല ഡിവൈസിലും ഒരു കിഡ്സ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. നമുക്കത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ലൈക്ക് അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് എന്താ അവരുടെ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രം വരുന്ന പോലെയുള്ള ഒരു സംവിധാനം നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല യൂട്യൂബ് നോക്കുവാണെങ്കിൽ യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും പല ആൾക്കാർക്കും അറിയില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്നുള്ളത്. ക്രോമിൽ തന്നെ ലൈക്ക് എന്താ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സിന്റെ റേഞ്ച് കുറച്ച്, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് ഉണ്ട്. സെയിം സെറ്റിംഗ് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവൈലബിൾ ആണ്. പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഇതുവരെ, അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു അവസ്ഥ കാണാൻ വേണ്ടി പറ്റും. വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കുട്ടികളുടെ കയ്യിലേക്ക് ഈ ഫോൺ എത്തുന്നതിന് വലിയ രീതിയിൽ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ആ കോവിഡ് സമയത്ത്, അല്ലെങ്കിൽ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങളാക്കിയത്. ഞാനിപ്പോ ഇവിടെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഗവൺമെന്റ് ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും വിവിധ ഓർഗനൈസേഷൻസ് അടക്കം കുട്ടികൾക്ക് ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് മേടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതികളായും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു. പക്ഷെ അവിടെ ഏറ്റവും ലാക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ എത്ര പേര് എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു സെഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്താ ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിനകത്ത് ഒരു കുറച്ച് സമയമാവട്ടെ, ഇവർ ടീച്ചേഴ്സ് ആണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിലേക്ക് ഇറങ്ങുമ്പോൾ പല കുട്ടികളോട് ഞാൻ ചോദിക്കാറുള്ള സമയത്ത് അവർക്ക് അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷനോ കാര്യങ്ങളോ കിട്ടിയില്ലെന്ന് പറയും. സോ
ഒന്ന് ചുരുക്കിയാൽ നന്നാവും സമയോചിതമായിട്ട് ആൽബിൻ. സർ പറയൂ. ഒന്ന് ചുരുക്കിയാൽ നന്നാവും പറയുന്നത്. ഹലോ. പറഞ്ഞോളൂ. ഓക്കെ. സോ സമയോചിതമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോൺ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരു അവയർനെസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മേ ബി ആ ഒരു എന്താ പറയുക ഇപ്പോൾ ഉണ്ടാവുന്ന പല ക്രൈം റേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവർ ഈ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് കണ്ടന്റ് മീറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം കുറെ ഒഴിവാക്കാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ആഡിങ് ദാറ്റ്. ഞാൻ ആ ഭാഗം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടതാണ്. വിടാനൊരു കാരണമുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങളിലെ കുട്ടികളെ എങ്ങനെ അതിനെ എന്താ പറയുക റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിന് ഈ പറഞ്ഞ പോലെ ഈ ആൽബിൻ പറഞ്ഞ ഒരു ബഹുഭൂരിപക്ഷം അമ്മമാരിലും പെട്ട ഒരു അമ്മയാണ് ഞാൻ. വളരെ മിനിമൽ ആയിട്ടുള്ള അറിവേ അതിനെക്കുറിച്ചുള്ളൂ. എന്നാലും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊരു എൻറ്റയർ ഡിഫറെന്റ് സെഷൻ ആയിട്ട് തന്നെ നടത്തേണ്ടി വരും, ടെക്നോളജിക്കലി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്. പിന്നെ എനിക്കതിൽ ഒരു കാര്യം കൂടി ജയശ്രീകുമാർ ഒരു കാര്യം പരാമർശിക്കാണ്ടായിരുന്നു. നമ്മൾ കോവിഡ് കാലത്ത് ഇങ്ങനൊരു കാര്യം കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ഫോൺ അധികമായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് ഇങ്ങനൊരു പ്രയാസം വന്നു എന്നുള്ളത് വളരെ പരക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിൽ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ഒരു സമൂഹത്തിന്റെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിലുള്ള റിസർച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെന്റലായിട്ടും കുട്ടികളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൺ യൂസേജ് ഡെവലപ്മെന്റിലെ കുട്ടികളെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള തരത്തിലൊക്കെ റിസർച്ചുകൾ തന്നെ വന്നു തുടങ്ങിയിട്ടും ഈ ചെറിയ കാലഘട്ടങ്ങളെ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കണം, ആ സമയത്ത് നമുക്ക് സർവൈവൽ ആയിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്. കുട്ടിയുടെ പഠനം നമ്മൾ മുടങ്ങിപ്പോകരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം. മുന്നേ ഇനി നമ്മൾ ബാക്കി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അതിനെ. അപ്പോ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി വന്ന പ്രയാസത്തിന് എങ്ങനെ നേരിടണം എന്നുള്ളതും കൂടി നമ്മൾ നോക്കുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ ഈ പറയുന്ന ടീച്ചേഴ്സിനായാലും ഇത് അപ്പൊ കൊടുത്ത ആൾക്കാർക്കും ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ ഉണ്ടാവുന്നോ, എന്തെങ്കിലും തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുന്നോ ധാരണ ഉണ്ടായിരുന്നില്ല അന്ന്. ഇപ്പോഴത്തെ സ്റ്റഡീസ് എടുത്ത് നോക്കിയാൽ തന്നെ വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ വളരെ കുറവാണ്. സജഷൻസ് മാത്രമേ ഉള്ളൂ, അസംഷൻസ് ധാരാളം ഉണ്ട്. അപ്പോ നിലവിലുള്ള റിസർച്ച് ബേസിസ് അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുൻകരുതലുകൾ എടുക്കാം. ഡെഫിനറ്റ്ലി റെഗുലേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതിന് ജയശ്രീകുമാർ, എനിക്ക് തോന്നുന്നു നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇതേ വിഷയത്തിൽ സംസാരിക്കാൻ. അത് തന്നെ ഒരു സെഷനായിട്ട് വെച്ചാൽ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പാരന്റ്സ് നേരിടുന്ന വളരെ വലിയ വേറൊരു വിഷയമാണ് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഓവർ ഇൻവോൾവ്മെന്റ് ഇൻ ദെയർ പാരന്റിങ്. നമ്മൾ കുട്ടികളെ വളർത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റൈൽ പാരന്റ്സ് എടുക്കുന്ന ഡിസിഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗ്രാൻഡ് പാരന്റ്സ് അനുവദിക്കുന്നില്ല. കുട്ടി ആഹാരം കഴിക്കണം, TV ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, കുഞ്ഞിന് ക്ഷീണിച്ചു പോയി, അല്ലെങ്കിൽ പാരന്റ് ഒരു കാര്യം നോ പറയുമ്പോൾ അത് കുഞ്ഞല്ലേ, അതിനെ കരയിക്കാതെ അതങ്ങ് വിട്ടുകൊടുത്തേരെ. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരന്റ്സിൽ പല പാരന്റ്സും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സ് കാറ്റഗറൈസ് ചെയ്യില്ല. ഗ്രാൻഡ് പാരന്റോ ഈ നമ്മൾ ഈ പറയുന്ന വിഷയത്തിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആരെങ്കിലും ഒരു പക്ഷേ മിക്ക വീടുകളിലും ആദ്യമായിട്ട് കുട്ടിക്ക് ഫോൺ കാണിച്ചു കൊടുക്കുന്നത് ഒരു ഗ്രാൻഡ് പാരന്റ് ആണ് എന്നുള്ളത് ഞാൻ ക്ലിനിക്കലി കാണാറുണ്ട്. അത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ അതൊരു ഗാഡ്ജറ്റ് ആണ്. മുന്നേ അതൊരു മിഠായിയോ ബലൂണോ ആയിരുന്നു. അപ്പൊ ഇത് ഗാഡ്ജറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ പറയുന്ന പോലെ അതിലൊരു സാമൂഹികമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ പാരന്റിങ്ങിന് ഒരുപാട് നമുക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള രീതി എന്ന് പറയുന്നത് മോഡലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് കുട്ടീനെ വളർത്തണം എന്നുള്ളതിന് നമുക്ക് നിലവിൽ ഇന്ത്യൻ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് പ്രീ മാരിറ്റൽ ക്ലാസ്സുകൾ ഉണ്ട്. കല്യാണത്തിന് മുന്നേ ക്ലാസ്സുകൾ നടത്തുന്ന ചുരുക്കമെങ്കിലും ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു അമ്മയാവാനോ അച്ഛനാവാനോ പോണതിന്റെ മുന്നേ നിർബന്ധമായിട്ടും ചൈൽഡ് റയറിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പാരന്റ് ആവുന്നത് അവിടെ ആവുകയാണ്. ഒരു കുട്ടി ആയതിനു ശേഷമാണ് നമ്മൾ അമ്മ ആയതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ.
ഇതിനെയായിട്ട് പ്രൊഫഷണലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ബന്ധപ്പെടാത്ത മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. അതൊരു ബയോളജിക്കൽ പ്രൊസീജിയർ മാത്രമാണ്. പക്ഷെ ഇതൊരു സോഷ്യൽ പ്രൊസീജിയർ ആവണത് കുട്ടി ഉണ്ടായതിനു ശേഷവും മറ്റു മനുഷ്യരുടെ ഇൻവോൾവ്മെന്റ് വരുന്നതോടും കൂടിയാണ്. അപ്പോ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രൊസീജിയർ മാത്രമല്ല. കുട്ടീനെ തന്നെ വളർന്നതല്ലല്ലോ, നമ്മൾ വളർത്തിയില്ലെങ്കിൽ വേറെ ആളാണ് വളർത്തണം, അത്ര ഒരു വ്യത്യാസം. അപ്പോ നമ്മളെ ചുറ്റുമുള്ളവർ വളർത്തും. അപ്പൊ നമ്മളെ നിലവിലുള്ളത് എന്താ പറയാ, കണ്ടു പരിചയിച്ച ശീലങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ എങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് ആ രീതി കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിലവിലുള്ള സംവിധാനത്തില് നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും എങ്ങനെയാണ് എന്റെയൊക്കെ അമ്മ എങ്ങനെയാണ് വളർത്തിയത്, എന്റെയൊക്കെ അമ്മ 10 പ്രസവിച്ചിട്ട് ഇങ്ങനെയാണ് മക്കളെ വളർത്തിയത്, ഇങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് അവർ പറയുമ്പോ നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. കാരണം നിലവില് നമ്മൾ മോഡലിംഗ് സംവിധാന പ്രകാരം നമുക്ക് പരിചയിച്ച രീതികൾ നമ്മൾ പറയണു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുക, വെർബലി അല്ല. രണ്ടു കൂട്ടർക്കും മനപ്രയാസമില്ലാത്ത തരത്തില് ഒരാളിനെ നമ്മൾ ബ്ലെയിം ചെയ്യാതെ അതിനെ എങ്ങനെയെങ്കിലും നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏക വഴിയുള്ളൂ. അത് ഇറ്റ് ഇസ് വെരി ഹാർഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് വെരി ഹാർഡ്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ, അവർക്കും അവർ പരിചയിച്ച കാര്യങ്ങളല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറയണതായിരിക്കാം, പക്ഷെ അത് ദോഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടപെടണം. യു ഹാവ് ടു സ്റ്റാൻഡ് ഫോർ യുവർ ചൈൽഡ് ഇഫ് യു നോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ ചൈൽഡ്. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ, എന്തെങ്കിലും നമുക്ക് ഇത്രയും കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പേരന്റിങ് ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, ഒപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണല്ലേ. അപ്പൊ അതില് ഒരുപാട് കാര്യങ്ങൾ പലയിടത്തുനിന്നും അറിയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇത് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പലയിടത്തുനിന്ന് നമുക്ക് അറിവുകൾ പേരൻസിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് ഫിൽട്ടർ ചെയ്തിട്ട് ഇത് എടുക്കണം എവിടുന്ന് ആരിൽ നിന്ന് എന്നൊക്കെയുള്ള ഒരു സംശയം എല്ലാവരിലും ഉണ്ടാവുമല്ലോ പേരൻസ് നമ്മളെ കാണുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് പേരൻസിനോട് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോ ടീച്ചേഴ്സിന് കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറെ ഫ്ലെക്സിബിൾ ആയിരുന്നു കഴിഞ്ഞാൽ ആസ് എ പേരന്റ് ഫ്ലെക്സിബിൾ ആയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കുള്ള കുഴപ്പങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അങ്ങനെ പലരോട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഒരുപക്ഷെ നല്ലതായിരിക്കും. അതിൽ ദിദിയുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? ഐ മീൻ ഇപ്പൊ എന്റെ കുട്ടിയെ ഒരാൾ കുറ്റം പറയുകയാണ്, അതിന് നമ്മൾ റഫായിട്ട് നിൽക്കാതെ ഓക്കെ അവര് പറയുന്നത് നമ്മൾ കേട്ട് അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി. അക്കോമഡേറ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ടീച്ചേഴ്സ് എന്നുള്ളതല്ല, മറ്റ് ആരാണെങ്കിലും കുട്ടിയിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് ഉണ്ടോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവേണ്ടത് ശരി തന്നെയാണ്, പറയണത് ശരിയാണ്. അതിലും ഞാൻ എന്താ പറയാ, ആസ് എ പ്രൊഫഷണൽ ഞാനൊരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ വളരെ അൺഎത്തിക്കലായി പോകും. കാരണം ഇതില് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹമോ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന സമൂഹമോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന സമൂഹമോ ഒരു പെർഫെക്റ്റ് എൻറ്റിറ്റി അല്ല. ഇതിൽ മിക്ക സമയങ്ങളിലും വളരെ എക്സെപ്ഷണൽ ആയിട്ടെങ്കിലും ടീച്ചേഴ്സ് പറയണതിൽ കാര്യമില്ലാതെയും വരാറുണ്ട്. അല്ലെങ്കിൽ കുറ്റം പറയണ അല്ലെങ്കിൽ കുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കുറ്റം പറയുന്ന കാര്യങ്ങളും പേഴ്സണലി ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിനെ പറയണത് അല്ലെങ്കിൽ രീതികളെ പറയണത്. പെൺകുട്ടിയായിട്ട് നീ എന്താ ഇങ്ങനെ ചോദിക്കുന്ന ടീച്ചർമാരെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൺകുട്ടിയാവുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിക്കുന്ന ടീച്ചർമാരുണ്ട്. അപ്പോൾ ഐ വുഡന്റ് ആക്ച്വലി ടേക്ക് എ സൈഡ് ഫോർ പ്രൊഫഷണൽ ഗ്രൂപ്പ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ ഞാൻ എന്തായാലും അഡ്രസ് ചെയ്യില്ല. പക്ഷേ കുഞ്ഞിന് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഫങ്ഷനലി കാണുകയാണെങ്കിൽ, സ്കൂളിൽ നിന്ന് നിരന്തരം വരുന്ന പരാതികൾ ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറഞ്ഞ അത് വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സെറ്റിങ്ങിൽ സ്കൂളിലോ കളിക്കുന്ന ഇടങ്ങളിലോ കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരുടെ അടുത്തുനിന്നോ ഒരു കംപ്ലൈന്റ് വരികയാണ് നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് എങ്കിൽ അവരോട് നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും ഓക്കെ ശരിയാണ് എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് അത് ആണോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ യു ഷുഡ് ഗിവ് അപ്പ് എന്താ പറയാ ഒരു ഡൗട്ട് നിങ്ങൾ അവിടെ വെക്കണം. എൻ്റെ കുട്ടിക്ക് ഫങ്ഷനിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇത്തരം സോഷ്യൽ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവണുണ്ടോ എന്നുള്ളത് നോക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
മാത്രമല്ല എന്തൊക്കെ സ്കില്ലുള്ള കുട്ടിയാണെങ്കിലും സോഷ്യലി ഫങ്ഷണൽ അല്ലെങ്കിൽ എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അപ്പോ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്ന ഫീഡ്ബാക്കുകളോട് ഒരു തുറവി, ഒരു ഓപ്പൺനെസ് കാണിക്കണം എന്നുള്ളത് ചേച്ചി പറഞ്ഞോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. പക്ഷെ ഐ വുഡന്റ് സ്റ്റിക്ക് ടു എനി ഓഫ് ദ സ്പെസിഫിക് കമ്മ്യൂണിറ്റി ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു ദിതി. ആൻഡ് ഡെഫിനറ്റ്ലി ഇത്തരം കാര്യങ്ങൾ ചേച്ചി ചോദിച്ചതിൽ ഒരു പോയിന്റ് കൂടി ഞാൻ പറയണമെന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഹാൻഡി ആയിട്ട് വന്നോളണം എന്നില്ല, എനിക്കുൾപ്പെടെ ഒരു മനുഷ്യനും വന്നോളണം എന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും ധാരണ ഉള്ളവർക്കോ അത്തരം കുട്ടികളിൽ ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ചവർക്കോ ഒക്കെ ആയിരിക്കാം കമ്പാരിറ്റീവ്ലി. അപ്പോ അത്തരം ആൾക്കാരെ, അതായത് കുട്ടികളുടെ വളർച്ചയായി സംബന്ധിച്ച് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ നിങ്ങൾക്ക് സമീപിക്കാം. അതൊരു പീഡിയട്രീഷ്യൻ ആയിരിക്കാം, അതൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിരിക്കാം, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരിക്കാം, ഒരു ടീച്ചർ ആയിരിക്കാം. കാരണം ഇതൊന്നും അറിയാത്ത ഒരാളെക്കാളും ഭേദമാണല്ലോ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവര്. അതുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കുക. അവർക്ക് ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ ഏറ്റവും അതിന് പ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങളെ റെഫർ ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്, പ്രൊഫഷണൽ സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ കുട്ടി സഹായം കിട്ടാനുള്ള സർവ്വ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ഓപ്പൺ an eye for it. ഈ മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കട്ടെ. സോ ദ്വിതീയ കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ? കൺക്ലൂഡിംഗ് റിമാർക്സ്. ഗുഡ് നൈറ്റ്. ദ്വിതീയ 9:25 വരെ തന്ന ടൈം അതിക്രമിച്ചിരിക്കുന്നു. അതെ 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 അതെ. സോ വളരെ മനോഹരമായിട്ടുള്ള സെഷൻ ആയിരുന്നു. PPT പോലെ വിധിയും എല്ലാം സംസാരിച്ചതും എല്ലാം വളരെ കണക്റ്റഡ് ആയി. എനിക്കും ആസ് എ പാരന്റ് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സോ ഒഫീഷ്യലായിട്ട് നന്ദി പറയാൻ നമ്മുടെ ഫോർമർ പ്രസിഡന്റും നമ്മുടെ ജനറൽ ബോഡി മെമ്പറും ഒക്കെ ആയിട്ടുള്ള നിഷയെ ക്ഷണിക്കുന്നു. അധികം വലിച്ചു നീട്ടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ടോക്ക് നടത്തിയത്. പാരന്റിങ് കറന്റ്ലി ഒരുപാട് റിലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് മേഖലയിൽ നിന്ന് തന്നെ വളരെ ക്രിസ്പായിട്ടും ക്ലിയർ ആയിട്ടും പറയാൻ വിദ്യക്ക് സാധിച്ചു. 1.5 hour ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അത് ആ ഒരു ടൈമിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പാർട്ടിസിപ്പൻസ് ആയാലും വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ടൈമിനും താങ്ക്സ്. എസ്പെഷ്യലി ദ്വിതീയയ്ക്ക് ഒരുപാട് താങ്ക്സ്. ദ്വിതീയയുടെ കുട്ടികളുടെ ടൈമാണ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. സൺഡേ ആണല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. എല്ലാവരും ഇത്രയും നേരം 10-41 ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ക്ഷമയോടെ ഈ സമയത്ത് കേട്ടിരിക്കുന്നതിന് വലിയ വലിയ സന്തോഷമുണ്ട്. അപ്പോ ഹാപ്പി പാരന്റിങ് everyone. Good night. Thank you. Thank you. Thank you so much, man. സോ എല്ലാവരും ഫീഡ്ബാക്ക് ഫോം കൂടെ ഫില്ല് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചാറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് ഉണ്ട്. സോ എല്ലാവരെയും അടുത്ത വെബിനാറിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് കരുതുന്നു. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്നെ ഇഷ്ടായി.